നരസിംഹം വിഷ്ണും ഭദ്രം മത്യന്തിമാമേകം. ജയ നരസിംഹ ശ്രീ നരസിംഹ ജയ ജയ നരസിംഹ ജയ പ്രഹ്ലാദേശ ജയ പത്മമുഖ മുഖപത്മഭൃംഗ ഭക്തിനാസ് നരസിംഹ ഭഗവാൻ की जय। सत्यप्रहलाद महाराज की जय। गुरुदेव महाराज की जय। श्रील प्रभुपाद की जय। गौर प्रेमानंदे हरि हरि बोल। ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. ഞാൻ അംബിക മാതാജി. ഹരേ കൃഷ്ണ ലൈല മാതാജി. ഹരേ കൃഷ്ണ ശോഭന മാതാജി. ഹരേ കൃഷ്ണ സുജന മാതാജി. ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ പത്മ മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എനിക്കൊന്ന് കുറെ നാളുകൾക്ക് ശേഷമാണ് തോന്നുന്നു ഞാൻ അംബിക മാതാജി വരുന്നത്. ഇടയ്ക്കെങ്ങോ ഒന്ന് കണ്ടു, പിന്നെയും മാതാജിയെ എവിടെയോ അപ്രത്യക്ഷമായി. അല്ലേ? അങ്ങനെയായിരുന്നു മാതാജി? പ്രതിഷേധമല്ലേ? മ്യൂട്ട് മാറ്റിയിട്ട് പറയൂ. കഴിഞ്ഞ ആഴ്ച ഞാൻ കയറിയല്ലോ പ്രഭു. കാരണം ഈ ഭഗവത്ഗീതയ്ക്ക് ഞാൻ കയറി. ഭാഗവതത്തിന് മാത്രം കയറിയില്ലെന്നുള്ളത്. അന്നേരം പിന്നെ ഒന്നാമത് കറണ്ട് പിടിയും മഴയൊക്കെ ആയിരുന്നു. പിന്നെ രണ്ടാമത് അത്രയും സമയമായപ്പോഴത്തേക്ക് അസ്വസ്ഥതയായിപ്പോയി. ഗുളികയൊക്കെ കഴിച്ച് കുറെ ഗുളിക കഴിക്കുന്നുണ്ട്. അന്നേരമൊക്കെ ഒരു സഡേഷനും വരും, അല്ലാതൊക്കെ. അതാണ് ഞാൻ പിന്നെ നമ്മൾ ഇരിക്കുമ്പോൾ നല്ല ഇതായിട്ടിരിക്കണ്ടേ, സ്മാർട്ടായിട്ടിരിക്കണ്ടേ, നമ്മളൊരു അറ്റൻഷൻ ആയിട്ടിരിക്കണ്ടേ. അല്ലെങ്കിൽ ചുമ്മാ ഉറക്കം തൂങ്ങിയിരുന്നോണ്ട് കാര്യമുണ്ടോ? അപ്പൊ തന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു. അതാ വേണ്ടാന്ന് വെച്ച്. സമയം അത്രയും ആകുമ്പോഴത്തേക്ക് ഈ പല ഗുളിക ആഹാരം കഴിക്കുമ്പം അത് അന്നേരം അതൊരു വല്ലാത്തൊരു വരുന്നു. അതാ പറ്റിയത്. പ്രഭു, ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ പ്രഭു. ആ മധുപ്രഭുവിനോട് പ്രഭു ഒന്ന് പറയുമോ പ്രഭു? ആ 2 ഭാഗവതത്തിന്റെ കാര്യം, 10ാം സ്കന്ധത്തിന്റെ 1ഉം 2ഉം കിട്ടിയിട്ടില്ല മാതാജിക്ക്. ഇല്ല, ഞാനത് പ്രഭുവിനോട് പറഞ്ഞാതെ അന്നേരം ഏതാണ്ട് ഒരെണ്ണം ഇല്ലെന്ന് ഏതാണ്ട് പ്രഭു എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ 16 പുസ്തകമേ ഉള്ളൂ പ്രഭു. 18 ഇല്ല. 16 ആണെങ്കിൽ 3 എണ്ണം കാണാനുണ്ട്. 3 എണ്ണം. 19 18 ഉള്ളൂ മാതാജി. ആണോ? 18 ഉള്ളൂ? 19 ഉണ്ടെന്ന് എന്റെ വിശ്വാസം. എനിക്ക് 16 ഉള്ള 10ാം സ്കന്ധത്തിന്റെ 1ഉം 2ഉം സ്കന്ധങ്ങളില്ല. 10ാം സ്കന്ധം 4 പുസ്തകമാണ്. ഇത് 2 എണ്ണേ ഉള്ളൂ. 3ഉം 4ഉമേ ഉള്ളൂ. ഞാനിപ്പോ ആ ക്ലാസ്സിലും കേറുന്നില്ല പ്രഭു. ഞാൻ അതിന് കേറാറില്ല. രാത്രി 10 മണിക്കൊക്കെ ഞാൻ അതിന് രാത്രി 10 മണിക്കാണ് തുടങ്ങുന്നത്. 9 മണിക്കാ പ്രഭു. അന്നേരം ഒത്തിരി രാത്രി ആകുമ്പോ എനിക്ക് വെളുപ്പിനെ എണീക്കാൻ പിന്നെ താമസിക്കുക. അന്നേരം ഇവിടെ വഴക്ക് പറയാം അത്ര ഒത്തിരി രാത്രി ആയാലേ. അതുകൊണ്ട് ഞാനിപ്പോ അതിനകത്ത് ചാന്തിങ്ങിന് കയറും. വെളുപ്പിനെ ഒരു റൗണ്ട് ചാന്റ് ചെയ്തിട്ട് ഞാൻ അങ്ങ് ഇറങ്ങും. രാവിലെ അല്ലേ? രാവിലെ. അത് ISM എന്ന ഏതാണ്ട് പറഞ്ഞാണല്ലോ പ്രഭു ഇപ്പൊ അതിന്റെ അകത്തെ ആ ഗ്രൂപ്പ്. ISKM. അവര് ഇസ്കോണിന്ന് മാറി പ്രഭു. അതായിരിക്കും. ഞാനിപ്പം കേറുന്നില്ല. അന്ന് ആദിയേന്ദ്ര പ്രഭു പറഞ്ഞായിരുന്നു. അന്ന് ഋത്വിക്ക് സിസ്റ്റം അവരുടേത്. അന്നേരം അതിന്റെ ഇതാണ്. ഞാൻ എന്നിട്ട് ഭാഗവതം ക്ലാസ്സിനൊന്നും അറ്റൻഡ് ചെയ്യുന്ന പ്രഭുവിനോട് പറഞ്ഞില്ല. ഹരേ കൃഷ്ണ. അപ്പം എന്താണ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ മന്ദിർ സിംഗപ്പൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു ഇതാണ്. ശ്രീല പ്രഭുപാദരുടെ ശിഷ്യന്മാരാണ് അവര്. ഇസ്കോണിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആൾക്കാരാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. അവര് ചില വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. അവര് ജീവിച്ചിരിക്കുന്ന ഗുരുവിനെ അവർ വിശ്വസിക്കുന്നില്ല. അവർ ശ്രീലപ്രഭാതന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ദീക്ഷ നടത്തുന്നത്. ഏതെങ്കിലും ടെമ്പിൾ പൂജാരിമാരാണ് ചെയ്യുന്നത്. ജീവിച്ചിരിക്കുന്ന ഒരു ഗുരു ജയപതാക സ്വാമി അങ്ങനെ ഉള്ള ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ശ്രീലപ്രഭാതന്റെ ശിഷ്യന്മാരെ അവർ ഫോളോ ചെയ്യുന്നില്ല. ബാക്കിയെല്ലാം ഭഗവത്ഗീത ഭാഗവതം എല്ലാം ഇത് നമ്മുടെ പുസ്തകവും നമ്മളുടെ ഇതെല്ലാം തന്നെയാണ്. പ്രഭു പറയുന്ന പ്രഭുപാദരെ അതിനെ വേറൊരു ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല. അടുത്ത തലമുറ ഒന്നും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. അന്നേരം പിന്നെ അതുകൊണ്ട് അവിടം കൊണ്ട് അങ്ങനൊക്കെ എന്തോ പറയുന്ന പ്രഭു.
അതങ്ങനെ പ്രഭു ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് എന്തോ തെളിവുകളൊക്കെ നിരത്തുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ആചാര്യന്മാരെല്ലാം അതിന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ശ്രീല പ്രഭുപാദരുടെ ആ ഒരു ഇതിൽ തന്നെ അറിയപ്പെട്ടതിനല്ലോ ആ ഒരു സംഘടന അന്നേ. പിന്നെ ഇസ്കോൺ മാത്രമായിട്ട് അറിയപ്പെടുകയും ഇത് പിന്നീട് ഇപ്പൊ അറിയപ്പെടാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്? അന്നേ ഇത് അറിയപ്പെട്ടതിനല്ലോ. ഈ രണ്ട് സംഘടനകളും ഒരുപോലെ തന്നെ ഇതിൽ വന്നേനല്ലോ. ഇത് രണ്ടും അദ്ദേഹം സ്ഥാപിച്ചതാണെങ്കിൽ അദ്ദേഹം അദ്ദേഹമാണ് അത് സ്ഥാപിച്ചതെന്നുള്ള വ്യക്തമാണ്. ശിലപ്രഭാതനാണ് അത് സ്ഥാപിച്ചത്. അത് എപ്പോഴെന്നറിയാവോ? ഈ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒന്ന് ശിലപ്രഭാതർക്ക് അസുഖങ്ങളൊക്കെ ആയിട്ടിരുന്ന സമയമില്ലേ? അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ആർക്കെങ്കിലും ദീക്ഷ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് കൊടുത്തോളാനായിട്ട് അദ്ദേഹം ഒരു അംഗീകാരം കൊടുത്താണ്. അപ്പൊ അതിനെയാണ് ഋത്വിക് സമ്പ്രദായം എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം ഇതിന്റെ അഭാവത്താൽ ദീക്ഷ അദ്ദേഹത്തിന് സുഖമില്ലാതിരിക്കുക ദൂരെ എവിടെയെങ്കിലും ആണെങ്കിലോ യാത്രയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ദീക്ഷ ആവശ്യമുള്ളവർക്ക് അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അദ്ദേഹം അങ്ങനെയാണ് ഋത്വിക് എന്നുള്ള സംഘടന തുടങ്ങിയത്. പിന്നെ കലിയുഗത്തിൽ അങ്ങ് പ്രോഗ്രസ് ചെയ്ത് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള മൂല്യച്യുതി സംഭവിക്കുകയോ അവർക്ക് ദീക്ഷ കൊടുക്കാനായിട്ടുള്ള ഇതില്ലാതെ ക്വാളിഫിക്കേഷൻ ഇല്ലാതായി പോവുകയോ ചെയ്തെങ്കിൽ ഈ സമ്പ്രദായം തുടരാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അത് എന്ത് ചെയ്തു? കുറച്ചു പേര് ഇവരോട് വിരോധമുള്ളവരെ എന്ത് ചെയ്തു? ഇടഞ്ഞു നിൽക്കുന്ന ആൾക്കാരൊക്കെ കൂടി അതിന്റെ കൂടെ അങ്ങ് പോയി. അതിപ്പോഴേ തന്നെ ജീവിച്ചിരിക്കുന്ന ഗുരുക്കന്മാർ ഇത്രയും പേരുണ്ട്. അതായത് ശിലപ്രഭാതര ഒട്ടനേക ശിഷ്യന്മാർ ദീക്ഷ കൊടുക്കുന്നവരുണ്ട്. എന്നിട്ട് അവരെ ആരുടെയും ദീക്ഷ എടുക്കാതെ എന്താണ് നേരത്തെ തന്നെ മൺമറഞ്ഞു പോയ ഗുരുക്കന്മാരുടെ ദീക്ഷ ഡയറക്റ്റ്ലി അത് വൈഷ്ണവ സമ്പ്രദായങ്ങളിൽ പറഞ്ഞിട്ടുള്ളതല്ല. പക്ഷെ കലിയുഗത്തിലേക്ക് ശിലപ്രഭാതന് മുന്നേ കണ്ട് പറഞ്ഞിരുന്നു, കലിയുഗത്തിൽ അങ്ങനെ ആചാര്യന്മാർ ഇല്ലാതെ ആകുന്ന ഒരു സന്ദർഭം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അത് പക്ഷെ ഈ രീതിയിലേക്ക് ആക്കി മാറി എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളിപ്പം അതിനെപ്പറ്റി പറയാനൊന്നും ക്വാളിഫിക്കേഷൻ എനിക്കില്ലാത്ത കാരണം എനിക്ക് കൂടുതൽ അറിയില്ല. ഇത്രയൊക്കെ ഞാൻ കേട്ടതാണ്. അപ്പൊ നമുക്ക് 10ാമത്തെ ശ്ലോകമല്ലേ ഇന്ന് എടുക്കേണ്ടത്? ഹരേ കൃഷ്ണ. നമുക്ക് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 5 കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം ശ്ലോകം 10. ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യാ ലിപ്യതേന സ പാപേന പത്മപത്രമിവാംഭസാം. ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യാ ലിപ്യതേ ന സ പാപേന പത്മപത്രമിവാംഭസാം. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതി വാസുദേവായ. ഭഗവത്ഗീതാധ്യായം 5 ശ്ലോകം 10. ബ്രഹ്മണ്യതായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേ സ പാപേന പത്മപത്രമിവാംഭസാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. ബ്രഹ്മണ്യാദായ കർമാണി സംഗം ത്യക്താ കരോതി യാ ലിപ്യതേന സ പാപേന പത്മപത്രമിവാംഭസാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 10. ബ്രഹ്മണ്യാദായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേന സ പാപേന പത്മപത്രമിവാംഭസാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിലപ്രഭാതരുടെ പദാനുപത തർജ്ജമ. ജയ ശിലപ്രഭാത്. കർമാണി കർമ്മങ്ങളെ ബ്രഹ്മണി പരമദിവ്യോത്തം പുരുഷനിൽ ആദായ സമർപ്പിച്ചിട്ട് സംഘത്തെ തെക്ത്വ ത്യജിച്ചിട്ട് യാതൊരു വ്യക്തി കരോതി കർമ്മം ചെയ്യുന്നുവോ സ അവൻ അംഭസ ജലത്തിൽ പത്മപത്രം ഇവ താമരയിലെ പോലെ പാപേന പാപത്താൽ ന ലിപ്യത്തെ ബാധിക്കപ്പെടുന്നില്ല.
വിവർത്തന ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ജയ ശ്രീല പ്രഭുപാദ്. ആസക്തി കൂടാതെ ഫലത്തെ പരമപുരുഷന് സമർപ്പിച്ചുകൊണ്ട് തന്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരാളെ താമര ഇലയിൽ വെള്ളം എന്ന പോലെ ദുഷ്കർമ്മങ്ങൾ ബാധിക്കുന്നില്ല. അതിന്റെ ഭാവാർത്ഥം സുജന മാതാജി. ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. രമണി എന്ന പദത്തിന് ഇവിടെ കൃഷ്ണബോധത്തിൽ എന്നർത്ഥം. ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ സമഗ്രാവിഷ്കരണമാത്രേ ഈ പ്രപഞ്ചം. ഇതിന്റെ പ്രധാനമെന്ന് പറയുന്നു. സർവമേതത് ബ്രഹ്മ തസ്മാദേതത് ബ്രഹ്മ നാമരൂപം അന്നം ച ജായതേ. എന്ത് പറ്റി മാതാജി? ഹരേ കൃഷ്ണ. മാതാജി സുജന മാതാജി ഉണ്ടോ അവിടെ? ഞാൻ വായിക്കുന്നു പ്രഭു. കേൾക്കുന്നില്ല അവിടെ. വായിക്കുന്നു. നോക്കാം. മെസ്സേജ് പോയെന്ന് തോന്നുന്നു. കേട്ടൂടെ പ്രഭു? ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. വ്യത്യസ്തമായ രീതിയിൽ പ്രകടമാവാമെങ്കിലും വാസ്തവത്തിൽ അവ കാരണത്തിൽ നിന്ന് വ്യത്യസ്തങ്ങളല്ല. സർവ വസ്തുക്കൾക്കും പരബ്രഹ്മം അഥവാ കൃഷ്ണനുമായി ബന്ധമുള്ളതുകൊണ്ട് എല്ലാം കൃഷ്ണന്റേത് തന്നെ എന്ന് ഈശോപനിഷത്തിൽ പറയുന്നു. കൃഷ്ണനാണ് എല്ലാറ്റിനെയും ഉടമയെന്നും അതുകൊണ്ട് എല്ലാം ഭഗവത് സേവനത്തിന് ഉള്ളതാണെന്നും അറിഞ്ഞവർക്ക് താൻ ചെയ്ത പുണ്യപാപങ്ങളുടെ ഫലങ്ങളുമായിട്ട് എന്ത് ബന്ധമാണ്? തന്റെ ശരീരം പോലും ഒരു പ്രത്യേക കാര്യനിർവഹണത്തിന് ഉരുകാൻ വേണ്ടി ഭഗവാൻ സമ്മാനിച്ചതായാൽ കൃഷ്ണബോധത്തിൽ ഉപയോഗപ്പെടുത്താം. എന്നാൽ അത് താമരയില വെള്ളത്തിൽ കിടന്നാലും നനയാത്തതുപോലെ പാപമാലിന്യങ്ങൾ തീണ്ടാത്തതായി തന്നെ ഇരിക്കും. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, മയി സർവാണി കർമാണി സംന്യസ 3:30. സർവ കർമ്മങ്ങളും എനിക്കായിക്കൊണ്ട് ചെയ്യുക. ചുരുക്കത്തിൽ കൃഷ്ണവബോധമില്ലാത്ത ഒരാൾ ഇന്ദ്രിയ ദേഹാവബോധത്താൽ പ്രവർത്തിക്കുന്നു. പക്ഷേ കൃഷ്ണവബോധവനായ വ്യക്തി ഈ ശരീരം കൃഷ്ണന്റേതാകയാൽ കൃഷ്ണ സേവനത്തിനായി ഉപയോഗപ്പെടുത്തണമെന്ന് അറിവോടെ പ്രവർത്തിക്കും. ഇത് കഴിഞ്ഞ പ്രാവശ്യം എടുത്തതാണ് പ്രഭു. ഹരേ കൃഷ്ണ. 11 അതിന്റെ ഇത് പറഞ്ഞതോ താമരയിലെ വെള്ളമൊക്കെ അതൊക്കെ പറഞ്ഞതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. എനിക്കിത് കേട്ടപ്പോൾ ഒരു ഓർമ്മ പോലെ തോന്നി. ഞാൻ ആദ്യം തുടക്കത്തിൽ ചോദിച്ചിട്ടാണ് 10. ആരും ഒന്നും പറഞ്ഞില്ല. 10 അല്ലേന്ന് ചോദിച്ചു. 11 ഇനി എടുക്കേണ്ടത്. ആദ്യം ചോദിച്ചപ്പോ ആരെങ്കിലും പറയണ്ടേ? ഞാനിന്ന് ആ മെസ്സേജിലേക്ക് നോക്കണം എന്ന് വിചാരിച്ചു. ഇനി അതിനി മിനിമൈസ് ചെയ്ത് നോക്കാൻ പോകണ്ടെന്ന് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. കഷ്ടം. ഞാൻ എഴുതി വെച്ചതാ. പക്ഷെ പ്രഭു പിന്നെ രണ്ടാമത് അങ്ങ് എടുത്തപ്പോ ഞാൻ വിചാരിച്ചു ഇനി മുഴുവനായിട്ടില്ലായിരിക്കും അത്. പക്ഷെ അതിന്റെ പറയുകയും ചെയ്താ ഞങ്ങള് താമരയിൽ എല്ലാരും പറഞ്ഞത്. 11 കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിനഃ കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാത്മ ശുദ്ധയേ. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിനഃ കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാത്മ ശുദ്ധയേ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിനാ കർമ്മ കുർവന്തി സംഘം ത്യക്താത്മശുദ്ധയേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് മാധവി രാധ മാതാജി. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിന കർമ്മ കുർവന്തി സംഘം ത്യക്ത്വാത്മശുദ്ധയേ. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിന കർമ്മ കുർവന്തി സംഘം ത്യക്ത്വാത്മശുദ്ധയേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ ജയ് ശ്രീല പ്രഭുപാദ്.
യോഗിനഹ കർഷണാവബോധമുള്ള വ്യക്തികൾ സംഘത്തെ ത്യജിച്ചിട്ട് ആത്മശുദ്ധിക്ക് വേണ്ടി കായേന ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും കേവലൈ ശുദ്ധങ്ങളായ ഇന്ദ്രിയങ്ങളെ കൊണ്ടും കർമ്മത്തെ കുർവന്തി ചെയ്യുന്നു. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ജയ ശ്രീല പ്രഭുപാദ്. യോഗികൾ അനാസക്തമായി ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവ കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും ആത്മശുദ്ധിക്ക് വേണ്ടി മാത്രം പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അപ്പം ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞത് എന്താണ്? ആസക്തി കൂടാതെ ഫലത്തെ പരമപുരുഷന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ദുഷ്കർമ്മ ഫലങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടു. ഇപ്പൊ വേറെ കുറെ ആൾക്കാര്, യോഗികൾ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാര്, അവരുടെ ആസക്തി ഒന്നുമില്ല അവർക്ക് ജീവിതത്തിൽ. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും വേണമെന്നുള്ള യാതൊരു ആസക്തിയുമില്ല. അവര് അനാസക്തരായിട്ട് ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവ കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ട് പോലും ആത്മശുദ്ധിക്ക് വേണ്ടി മാത്രം പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അവര് വളരെ ബുദ്ധിമുട്ടിയാണ്, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പറയുന്ന ആത്മാവിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പറയുന്ന ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അതെന്താണ്, എന്ത് പ്രവർത്തനമാണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പൊ അതിന്റെ ഭാവാർത്ഥം ഒന്ന് വായിക്കാം നമുക്ക്. ഭാവാർത്ഥം ശോഭന മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ ജയ്. കൃഷ്ണന്റെ ഇന്ദ്രിയപ്രീതിക്കായി കൃഷ്ണബോധത്തോടെ ചെയ്യുന്ന ഏത് കർമ്മവും ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ തന്നെയോ ആവട്ടെ ഭൗതിക മാലിന്യത്തിൽ നിന്ന് മുക്തമാണ്. കൃഷ്ണബോധമുള്ളവന്റെ പ്രവൃത്തികളിൽ നിന്ന് ഭൗതിക പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല. അയാൾക്ക് പൊതുവെ സദാചാരങ്ങളെന്ന് പറയുന്ന ശുദ്ധകർമ്മങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നു. ശീലരൂപഗോസ്വാമി ഭക്തിരസാമൃത സിന്ധുവിൽ 1.2.157 ഇങ്ങനെ വിവരിക്കുന്നു: ഇഹാദസ്യ ഹരേർദാസ്യ കർമ്മണ മനസാഹിരക നിഖിലാരോപ്യ വസ്തു ജീവൻ മുക്തം ഭജതേ. ശരീരം കൊണ്ടോ മനസ്സ്, ബുദ്ധികൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ കൃഷ്ണബോധത്തോടെ കൃഷ്ണസേവനത്തിൽ പ്രവർത്തിക്കുന്നവർ ഭൗതിക ലോകത്തിൽ പ്രാപഞ്ചിക കൃത്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും മുക്തന്മാർ തന്നെ. അയാൾക്ക് മിഥ്യാഹങ്കാരമില്ല. താൻ ഈ ശരീരമാകുന്നോ ശരീരം തന്റേതാണെന്നോ അയാൾ വിചാരിക്കുന്നില്ല. താൻ ശരീരമല്ലെന്നും ശരീരം തന്റേതല്ലെന്നും അറിയുന്നു. കൃഷ്ണന്റേതാണെന്ന് ശരീരം താനും കൃഷ്ണന്റേതു തന്നെ. ദേഹം കൊണ്ടോ മനോബുദ്ധികൾ കൊണ്ടോ വാക്ക്, ജീവിതം, സമ്പത്ത് എന്നിവ കൊണ്ടോ താൻ നേടിയതും കൈവശമുള്ളതുമെല്ലാം കൃഷ്ണന്റെ സേവനത്തിനായി ഉപയോഗപ്പെടുത്തുമ്പോൾ അയാൾ കൃഷ്ണനുമായി ബന്ധം പുലർത്തുന്നു. താൻ ഈ ശരീരമെന്നും മറ്റും വിശ്വസിക്കാനിടയാക്കുന്ന മിഥ്യാഹങ്കാരം ഇല്ലാതെയാകുന്നു. കൃഷ്ണനുമായി ഏകീഭവിക്കുന്നതാണ്. ഇതാണ് കൃഷ്ണബോധത്തിന്റെ സമ്പൂർണ്ണ അവസ്ഥ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു മാതാജി. മാതാജിയുടെ കൂട്ടുകാരത്തികൾ രണ്ടുപേരും വന്നില്ല? അറിയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉഷമണി മാതാജിയോട് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല ഒരു കാലത്ത് അവർക്ക് ഈ ബിന്ദു അല്ലല്ലോ ആ ബിന്ദു അല്ലേ? ഇപ്പൊ കാണുന്ന ഈ ബിന്ദു ആണോ ആ ബിന്ദു? അല്ലല്ലോ, ഇത് നമ്മുടെ ഒരു പഴയ ബിന്ദുവാണ്. അയക്കും ബിന്ദു. പിന്നെ ശ്രീജമാതാജി കേറണില്ല. ശ്രീജമാതാജിക്ക് അതിനൊന്നും അറിയില്ല എന്ന് പറഞ്ഞ. ഞാൻ ചോദിച്ചപ്പോ എനിക്ക് ലിങ്കിൽ കയറാൻ അറിയില്ല, സൂമൊന്നും അറിയില്ല എന്ന് പറഞ്ഞ. പ്രഭു ഈ ബിന്ദു തന്നെയാണ് ആ ബിന്ദു. ഹരേ കൃഷ്ണ പ്രഭു, ഈ ബിന്ദു തന്നെ ആ ബിന്ദു. ഞാൻ ഡ്യൂട്ടിയില്ല. അല്ല, ഈ ബിന്ദുവിനെ അറിയാം. മറ്റേ വേറൊരു ബിന്ദു മാതാജി പരിചയപ്പെടുത്തിയ ഒരു ബിന്ദുവാണ്. അതിന് കയറിയില്ലല്ലോ. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ ശോഭന മാതാജിയോട് ചോദിച്ചതാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചതാണ്, അല്ല അറിയാതെ പറഞ്ഞല്ല. എനിക്ക് മനസ്സിലായല്ലോ, ഞാൻ ഡ്യൂട്ടിയില്ല പ്രഭു. അതെ അതെ, സന്തോഷം. വല്ലപ്പോഴും ആണെങ്കിലും കേൾക്കാനേ പറ്റുള്ളൂ, കാണാൻ പറ്റത്തില്ല. പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കണം ഫോണ്. അതെ അതെ, കുഴപ്പമില്ല. വല്ലപ്പോഴും ആണെങ്കിലും ഒന്ന് വരുന്നുണ്ടല്ലോ. വർഷത്തിലൊന്ന് മാവേലി കുറിച്ച് അറിവുപോലെ. പ്രഭു സുഖാണോ? അങ്ങനെ പോകുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും കൊണ്ട് എല്ലാവരുടെയും. ഹരേ കൃഷ്ണ. ഓക്കെ, നടക്കട്ടെ. ഹരി.
അപ്പൊ അങ്ങനെ നമ്മൾ എന്താണ് ഇവിടെ നോക്കി കണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യോഗികള് ഇപ്പൊ എന്താണ് യോഗികള് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അല്ലെ. അവര് പ്രത്യേക യോഗാഭ്യാസം കൊണ്ട് പല രീതിയിലുള്ള ആയോധന മുറകൾ കൊണ്ട് അഭ്യസിച്ചിട്ട് അവരുടെ ശരീരത്തെ എന്ത് ചെയ്യുന്നു, ശരീരത്തിനെ മനസ്സിനെ നിയന്ത്രിക്കുകയാണ് പ്രധാനപ്പെട്ട യോഗ പ്രക്രിയകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പം ഈ യോഗികളൊക്കെ അഷ്ടാംഗ യോഗയും അതുപോലെയുള്ള മറ്റേ ആസന, പ്രാണായാമം, പ്രത്യാഹാര എന്ന് പറഞ്ഞിട്ട് 8 കാര്യങ്ങളുണ്ടെന്ന് പലതവണ പറഞ്ഞു. എനിക്കത് കാണാതെ അറിയത്തില്ലാത്ത കാരണം ഞാൻ ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഞാൻ ഇടയ്ക്ക് വിട്ടുപോകും. ആ ഓർഡറിൽ അത് നിങ്ങൾ പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചു വെക്കണം. ഞാൻ അംബിക മാതാജിക്ക് ഒരുപാട് എക്സാമിനേഷനൊക്കെ എഴുതുന്നതായിരുന്നു. പ്രത്യേകിച്ച് അത് പഠിച്ചു വെക്കുക. അപ്പൊ അങ്ങനെ ഈ മുറകളെല്ലാം അനുഷ്ഠിച്ച് അവര്, ആർക്കെങ്കിലും കാണാതെ അറിയാമെങ്കിൽ പറഞ്ഞോളൂ, കൈ ഉയർത്തി പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ ഓർത്ത് സുജന മാതാജി എന്തോ പറയാമെന്ന്, മാതാജി ഇത് കാണാതെ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ ഇല്ല. അപ്പൊ അങ്ങനെ ഈ യോഗികള് ഇതുപോലെയുള്ള ഈ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ നിയന്ത്രിച്ചിട്ട്, നമുക്കറിയാം യോഗ പ്രക്രിയയിൽ നമ്മളിങ്ങനെ ആസനത്തിലേക്ക് ഇരുന്ന് കണ്ണൊക്കെ അടച്ച് ശ്വാസം എല്ലാം നിയന്ത്രിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ, ശ്വാസം നിയന്ത്രിച്ചു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണ്? ശ്വാസം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ ആയുസ് കൂട്ടി കിട്ടും അല്ലെ. ആയുസ് കൂട്ടി കിട്ടും. അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. ശ്വാസം ആര് കൂടുതൽ പിടിച്ചു നിർത്തുന്നോ അവർക്ക് ആയുസ് കൂട്ടി കിട്ടും. ഇപ്പൊ അല്ല, നമ്മളെ ജനിപ്പിക്കുമ്പോ തന്നെ ഇത്ര ശ്വാസം എന്ന് പറഞ്ഞാ ജനിപ്പിക്കുന്ന പറയുന്നത്. അപ്പൊ ശ്വാസം ആ കുറച്ച് ശ്വാസത്തെ നമ്മൾ പിടിച്ചു നിർത്തുകയാണെങ്കിലോ, ആ ശ്വാസത്തെ പ്രാണനെ നമ്മൾ പിടിച്ചു നിർത്തുകയാണ് ആയുസ് എക്സ്റ്റെൻഡ് ചെയ്യും. ഇതിന്റെ ഉദാഹരണം ആരാണ്? ഒരു ജീവിയുണ്ട്, ഈ ശ്വാസത്തെ പിടിച്ചു നിർത്തിയിട്ട് ആയുസ് നീട്ടിയെടുക്കുന്ന ഒരു ജീവി. ആരാണത്? ആമയാണോ? ആമയാണ്. അപ്പം ആമയുടെ ആയുസ് നീട്ടി കിട്ടാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കരയിൽ ജീവിക്കുന്ന ജീവി കടലിൽ പോയി എന്താണ് ഊളയിട്ട് മുങ്ങുമ്പോ എത്ര നേരം അത് ശ്വാസം പിടിച്ച് നിൽക്കണം എന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ ശ്വാസത്തെ പിടിച്ച് നിർത്തി അതിന് ആയുസ് കൂട്ടി കിട്ടുന്നു അല്ലെ. ഒരു യോഗിയെ പോലെയാണ് ആമ അല്ലെ. യോഗികളൊക്കെ ഹിമാലയ സാനുക്കളിൽ തപസ്സിരിക്കുന്നവര് ഈ ശ്വാസത്തെ നിയന്ത്രിച്ച് അവര്, നമുക്കൊക്കെ ആയുസ് 100 എന്നാണ് കലിയുഗത്തിൽ പറയുന്നത് അല്ലെ. 400-450 വർഷമായിട്ടുള്ള യോഗികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരെന്താണ്, എവിടെയാണ് തപസ് ചെയ്യുന്നത്? ഈ മഞ്ഞുകട്ടയുടെ മുകളില് വസ്ത്രം പോലും ഇല്ലാതെയാണ് തപസ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ട്? അവർക്കിപ്പോ തണുക്കില്ലേ? അപ്പൊ നിങ്ങൾക്ക് തോന്നുമായിരിക്കും തണുക്കില്ലേന്ന്. അതെങ്ങനെയാണ് തണുക്കാതിരിക്കുന്നത്? കാര്യം അവരവരുടെ ശരീരം എന്ന് പറയുന്ന ഒരു സംഭവത്തെ അവർ കാണുന്നതേ ഇല്ല. ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? നശിക്കുന്ന സാധനമല്ലേ, ഉടുപ്പ് മാറുന്ന പോലെ ഇടുകയും പോകും. അപ്പൊ ശരീരം എന്ന് പറയുന്ന ഒരു സംഭവത്തെ കാണത്തില്ല. അവർക്ക് ചിലപ്പം ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഡ്രോപ്പ് വെള്ളം കുടിച്ചാൽ മതിയായിരിക്കും അല്ലെ. അത് മതി അവർക്ക്. ശരീരം നല്ല ഊർജ്ജമാണ്, നല്ല എനർജിയാണ്. അപ്പൊ ശരീരത്തിന് ഇത്രയും ആഹാരങ്ങൾ വേണ്ടിയിരുന്നോ എന്ന് നമ്മൾ തോന്നും അല്ലെ. ശരീരത്തിന് ഇത്രയും ആഹാരം നിലനിർത്താൻ ഇത്രയും വേണോ? ചെറിയ, അതായത് ചിലപ്പോൾ മാസത്തിൽ 1 ചില ഫ്രൂട്ട്സ് എന്തെങ്കിലും, പഴങ്ങൾ എന്തെങ്കിലും ഭക്ഷിക്കും. അതുപോലെ തന്നെ ജലപാനം അല്ലെ. എന്നിട്ട് ഈ മഞ്ഞത്ത് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇവര് ശരീരത്തിനെയും അതുപോലെ തന്നെ മനസ്സിനെയും ഒക്കെ നിയന്ത്രിച്ച് ഇവർ ആത്മാവിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇത് അഭ്യസിക്കുന്ന ആൾക്കാരാണ്. പരിശീലനം, നിത്യപരിശീലനം. ഇത്രയും 400 വർഷങ്ങള് ഒക്കെ തപസ് ചെയ്തിരുന്നാലും ഇവർക്ക് എന്ത് വരില്ല? ഇവർക്ക് ആ ഒരു ഭക്തിലതാബീജം എന്ന് പറയുന്ന ഒരു സംഭവം അങ്ങോട്ടേക്ക് വരില്ല അല്ലെ. ഇവർ ആത്മാവിൽ വരെ എത്തത്തുള്ളൂ. ബ്രഹ്മം കൂടി വന്ന അത് കഴിഞ്ഞിട്ട് പിന്നെ പരമാത്മാ സാക്ഷാത്കാരത്തിൽ വരെ എത്തത്തുള്ളൂ. ഇപ്പൊ യോഗികൾ പരമാത്മാ സാക്ഷാത്കാരനാണ് നോർമലി പറയുന്നത്. ചിലർ യോഗികളൊക്കെ ബ്രഹ്മ സാക്ഷാത്കാരത്തിൽ തന്നെ കൂടി നിൽക്കാരും. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അത് നമുക്കത്ര ഒരു ചെറിയതായിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അത് പ്രപഞ്ചാകാരമായിട്ട് നിൽക്കുന്ന ഭഗവാൻ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഭഗവാനെയാണ്. നമ്മളുടെ ആ ഒരു നമ്മൾ കാണുന്ന ബ്രഹ്മം എന്താണ്? യശോദാമായുടെ മകനായിട്ട് വരുന്ന ആ 2 കൈകളുള്ള 3 വളവുകളുള്ള മയിൽപീലി ഒക്കെ ചൂടിയ പീതാംബരധാരിയായിട്ടുള്ള ആ ഒരു, എന്താണ് പറയുന്നത്, ആ ഓടക്കുഴലൊക്കെ പുല്ലാങ്കുഴൽ വായിക്കുന്ന ആ ഒരാളാണ് നമ്മൾ കാണുന്ന ബ്രഹ്മം. അതാണ് ആ വ്യത്യാസം. അവര് കാണുന്ന ബ്രഹ്മം ഇതേ രീതിയിലല്ല ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് എന്താണ്? അതുകൊണ്ട് ഈ ബ്രഹ്മത്തോട് ഇതേ രീതിയിലുള്ള പ്രേമം തോന്നുന്നു. ഇത്രയും സുന്ദരനായിട്ടുള്ള ഒരു ബ്രഹ്മത്തോട്, ഇത്രയും കഥകളുള്ള ആ ബ്രഹ്മത്തോട് നമുക്ക് പ്രേമം തോന്നുന്നു. അവർക്ക് ആ ഒരു പ്രേമം ഉണ്ടാകത്തില്ല. അവരെന്താണ് ചെയ്യുന്നത്? അതിനോട് കൂടി ശ്വാസത്തെ നിയന്ത്രിച്ച് അവരവരെ
ഭക്ഷണം കഴിക്കാതെ എത്ര നാൾ ജീവിക്കാം എന്നുള്ളത് നമ്മളെ തെളിയിച്ച് കാണിക്കുകയാണ് ആത്യന്തികമായി ചെയ്യുന്നത് അല്ലേ. അപ്പം ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ട് മാത്രം അവരുടെ കർമ്മം ചെയ്യുന്നു. അവരാ കർമ്മം ചെയ്യുന്നത് എന്താണ്? ആത്മാവിന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് മാത്രം. അവർക്ക് ഭൗതികതയിൽ എന്തെങ്കിലും മോഹങ്ങളുണ്ടോ? എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്നോ, വസ്ത്രങ്ങൾ കഴിക്കണമെന്നോ, നല്ല സ്ഥലത്ത് വേണമെന്നോ, നല്ല വീട് വേണമെന്നോ, അങ്ങനെ ഒരു മോഹങ്ങളൊന്നും അവർക്ക് പ്രത്യേകിച്ചില്ല. അവർക്ക് എന്താണ്? അവരുടെ ആത്മാവിന് ശാന്തി, എപ്പോഴും പ്ലസന്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും ഒരു ശാന്തി, ഒരു സമാധാനം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അവര് അതിൽ കൂടുതൽ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ ഭഗവാന്റെ ആ ഒരു, ഞാൻ ഈ പറഞ്ഞ ശ്യാമം ത്രിഭംഗ ലളിതം നിയതപ്രകാശം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി വേണും കൊനന്തമരവിന്ദദളായതാക്ഷം ബർഹാവതാംസം അതിതാംബുദ സുന്ദരാംഗം കന്ദർപ്പകോടി കമനീയ വിശേഷ ശോഭം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. വേണും കൊനന്തമരവിന്ദദളായതാക്ഷം, അതായത് വേണു വായിച്ചുകൊണ്ട് താമര പൂവിന്റെ ഇതളുകൾ പോലെ കണ്ണുകളുള്ള ആ ഭഗവാൻ ഇരിക്കുന്നു അല്ലെ. വേണും കൊനന്തം അരവിന്ദദളായതാക്ഷം ബർഹാവതാംസം അസിതാംബുദ സുന്ദരാംഗം. ബർഹാപീഠം വെച്ചിരിക്കുകയാണ് ഇവിടെ, മയിൽപീലി തലയിൽ തിരികെ വെച്ചിരിക്കുകയാണ്. ബർഹാവതാംസം അസിതാംബുദ സുന്ദരാംഗം, ഏതൊരു ഭാഗം എടുത്തു കഴിഞ്ഞാലും അത് അതിസുന്ദരമാണ്. സർവാംഗവും അതിസുന്ദരമാണ്. അധരം മധുരം, വദനം മധുരം, ലസിതം മധുരം, ഗമനം മധുരം, ചലിതം മധുരം, എല്ലാം മധുരമാണ്. അഖിലം മധുരാണ് ഭഗവാന്റെ അല്ലേ. അസിതാംബുദ കന്ദർപ്പ കോടി കമനീയ വിശേഷ ശോഭം, 100 കണക്കിന് എന്നാണ് കാമദേവന്മാര്, ആയിരക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് കാമദേവന്മാര് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പോലും ഭഗവാന്റെ മുൻപില്, ആ സൗന്ദര്യത്തിന് മുൻപിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല. അവര് വെച്ചുവിട്ട് പോകും, പരിസരത്തെങ്ങും നിൽക്കത്തില്ല. കാര്യം എന്താണ്? ഈ കാമദേവന്മാരെല്ലാരും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവര് തോറ്റുപോകുന്ന അത്രയും വലിയ, അത്രയും സൗന്ദര്യമായിട്ടുള്ള രൂപമാണ് ഭഗവാന്റെ. അപ്പൊ അങ്ങനെ ഉള്ള ആ ഭഗവാൻ പറ്റി ഉള്ള പ്രവർത്തനത്തിലാണ് നമ്മൾ കൃഷ്ണാഭോഗത്തിലുള്ളവര് ഏർപ്പെടുന്നത്. ആ ഭഗവാനെ പറ്റിയാണ് നമ്മൾ ഓർക്കുന്നതും വിചാരിക്കുന്നതും. ആ സുന്ദരനായിട്ടുള്ള, ആ അതിസുന്ദരനായിട്ടുള്ള ആ ഭഗവാനെയാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. പക്ഷെ യോഗികൾ ചെയ്യുന്നത് അവരെ ആത്മാവിലും പരമാത്മാവിലും എന്താണ് അവര് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ടാണ് അവർ കൂടുതൽ ശ്രമിക്കുന്നത്. ഇനി ഇതിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നത് കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. ശരീരം കൊണ്ടോ മനോബുദ്ധികൾ കൊണ്ടോ വാക്കുകൊണ്ടോ കൃഷ്ണാവബോധത്തോടെ കൃഷ്ണസേവനത്തിൽ പ്രവർത്തിക്കുന്നവർ ഭൗതിക ലോകത്തിൽ പ്രാപഞ്ചിക കൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നാലും മുക്തന്മാർ തന്നെ. വളരെ വലിയൊരു പോയിന്റാണ് രൂപഗോസ്വാമി പറഞ്ഞത് അല്ലെ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മനസാ ബുദ്ധ്യ കർമ്മണ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? കായേന മനസാ ബുദ്ധ്യ. തുടക്കത്തിൽ അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു ശ്ലോകം കണ്ടിട്ടുണ്ട്. ഏതാണത്? ഒരു സമർപ്പണ ശ്ലോകമായിട്ട് നമ്മൾ വിഷ്ണു സഹസ്രനാമൊക്കെ ജപിക്കുമ്പോൾ അവസാനം പറയുന്നത് ഏതാണ്? ആർക്കാ പറയാൻ പറ്റുന്നത്? നാരായണായേതി സമർപ്പയാമി. കായേന എന്ന് പറഞ്ഞാൽ എന്താണ്? കൈകൾ കൊണ്ട് അല്ലെങ്കിൽ പ്രവൃത്തികൾ കൊണ്ട്, വാച വാക്കുകൾ കൊണ്ട്, മനസ്സ കായേന വാച മനസ്സേന്ദ്രിയ, ബുദ്ധ്യാത്മനാവ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ ആത്മാവ് കൊണ്ടോ മനസ്സുകൊണ്ടോ, ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാവം. നമ്മുടെ ചിലരുടെ രൂപം അല്ലെങ്കിൽ സ്വരൂപം വെച്ചിട്ട് തന്നെ ചിലർക്ക് അത് എന്താണ് മോശമായിട്ട് തോന്നാറുണ്ട് അല്ലെ. ചിലര് ഒന്നും ചെയ്യേണ്ട, വെറുതെ എന്ന് കഴിഞ്ഞാൽ മറ്റൊരാൾ ഇങ്ങനെ കാണുമ്പോഴേ അവരിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുക, അവരെ കുറ്റം ആരോപിക്കുകയൊക്കെ ചെയ്യും അല്ലെ. നമ്മള് മനസ്സാ വാച അറിയാതെ തന്നെ ചിലര് നമ്മളോട് കുറ്റം ആരോപിക്കും. നമ്മളുടെ പ്രകൃതം കൊണ്ടാണത് അല്ലെ. നമ്മളുടെ ചിലപ്പോഴത്തെ ഒരു ചിരി മതിയാകും, ചിലപ്പോഴത്തെ ഒരു എന്താണ് ഒരു മുഖഭാഗം വല്ലാതെ ഇരുന്നു കഴിഞ്ഞാൽ അതിനൊക്കെ കുറ്റമായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഇതിൽ ഏത് രീതിയിൽ ആ ഒരു മന്ത്രം ചെല്ലുന്ന ഇങ്ങനെ ഏത് രീതിയിലും നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ആ ഒരു മന്ത്രം നമ്മൾ ജപിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൃഷ്ണാബോധ ഈ പറയുന്ന അവയവങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുന്നത്? നമ്മളൊരു കാറിന്റെ കാര്യം പറയാറുണ്ട്. ഏത് കാറായിരുന്നു? BMW അല്ലെ. എന്താണ്? ബോഡി മൈൻഡ് വർക്ക് അല്ലെങ്കിൽ വേർഡ്സ് എന്നും പറയാറുണ്ട്. വേർഡ്സ് എന്ന് പറഞ്ഞാൽ മന്ത്രം. മനസ്സ ബുദ്ധി അതുപോലെ തന്നെ
എന്താണ് പ്രവൃത്തി അല്ലെങ്കിൽ മനസ്സ്, ബുദ്ധി, മന്ത്രം, ഇത് 3 രീതിയിൽ ആചാര്യന്മാർ പറയാറുണ്ട് BMW-നെ. അപ്പൊ അങ്ങനെ ആ BMW വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നവർ ഭൗതിക ലോകത്തിലെ പ്രാപഞ്ചിക കൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നാലും അവർ മുക്തന്മാർ തന്നെ. അങ്ങനെയുള്ള വ്യക്തികള് എന്താണ് മറ്റുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുവാണെന്നുണ്ടെങ്കിൽ അവര് മുക്തന്മാർ തന്നെയാണ്. കാര്യം അവരെപ്പോഴും സദാ ഈ ഒരു മനോഭാവത്തിൽ ഇരിക്കുകയും നമ്മൾ വിചാരിക്കുമ്പോൾ അവർ സാധാരണ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ അവർ മുക്തന്മാരാണെന്ന് രൂപഗോസ്വാമി പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് മിഥ്യാഹങ്കാരം ഇല്ല. അവർ ഒരിക്കലും വിചാരിക്കുന്നില്ല ഞാൻ എന്തെങ്കിലും ചെയ്തതായിട്ട് അവർ വിചാരിക്കുന്നില്ല. ഞാൻ ഈ ശരീരമല്ലെന്നും ശരീരം തന്റേതല്ലെന്നും അറിയുന്നു അവർ. കൃഷ്ണന്റേതാണ് ശരീരം, താനും കൃഷ്ണന്റേത് തന്നെ. ഈ ശരീരം ഭഗവാനാണ് തന്നത്, അതുപോലെ തന്നെ ഞാനും കൃഷ്ണന്റെ അംശം തന്നെയാണെന്ന് അവര് പറയുന്നു. ദേഹം കൊണ്ടോ മനോബുദ്ധികൾ കൊണ്ടോ വാക്ക്, ജീവിത സമ്പത്ത് എന്നുകൊണ്ടോ താൻ നേടിയതും കൈവശമുള്ളതും എല്ലാം കൃഷ്ണന്റെ സേവനത്തിനായി ഉപയോഗപ്പെടുത്തുമ്പോൾ അയാൾ കൃഷ്ണനുമായി ബന്ധം പുലർത്തുന്നു. അപ്പൊ നമ്മൾ നേടിയ സമ്പത്തും നമ്മള് മനസ്സ്, ബുദ്ധി, വാക്ക്, ഇന്ദ്രിയങ്ങൾ കൊണ്ടൊക്കെ നേടിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ അങ്ങനെയുള്ളവർക്ക് അവകാശപ്പെടാനായിട്ട് സാധിക്കും. എന്താണ്? കൃഷ്ണനുമായിട്ടുള്ള ശാശ്വതമായ ബന്ധം. താൻ ഈ ശരീരം ആണെന്നും മറ്റും വിശ്വസിക്കാൻ ഇടയാക്കുന്ന മിഥ്യാഹങ്കാരം അപ്പോൾ അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക്കലി ഇല്ലാതായി പോകുന്നു. അപ്പൊ അങ്ങനെ കൃഷ്ണനുമായി ഏകീഭവിക്കുന്നു. ഇതാണ് കൃഷ്ണാബോധത്തിന്റെ സമ്പൂർണ്ണ അവസ്ഥ. അപ്പൊ കൃഷ്ണനുമായി ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ ശരീരത്തോട് ചേരുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. എന്താണ്? കൃഷ്ണന്റെ ആ ഒരു സ്നേഹത്തിന് അല്ലെങ്കിൽ ഒരു പ്രേമത്തിന് പാത്രമാകുന്നവർ കൃഷ്ണനുമായിട്ട് ഏകീഭവിക്കുക. കാര്യം ഭഗവാൻ അവരെ വേറെ ഒരാളായിട്ട് കാണുന്നില്ല, ഭഗവാനിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഭഗവാൻ നമ്മളെ ഭഗവാനിൽ കാണാൻ തുടങ്ങുന്ന ഒരവസ്ഥയ്ക്കാണ് ഈ പറഞ്ഞ ഏകീഭാവം എന്ന് പറയുന്നത്. അല്ല നമ്മൾ പറയുന്ന ഒരു ലയനമല്ല, ബ്രഹ്മജ്യോതിയിൽ ലയിക്കുന്ന പോലത്തെ ഒരു ലയനമല്ല ഉദ്ദേശിക്കുന്നത്. കൃഷ്ണനുമായിട്ടുള്ള ലയനം എന്ന് പറഞ്ഞ് നമ്മൾ കൃഷ്ണാബോധത്തിൽ ലയിക്കുന്നു, അല്ലെ? കൃഷ്ണൻ നമ്മളെ അദ്ദേഹത്തിലേക്ക് ആക്കുന്നു. ആ ഒരു അവസ്ഥയാണ് ലയനം. അതായത് ഗോപികമാരൊക്കെ വൃന്ദാവനത്തിൽ ഭഗവാനെ സദാഹരി ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ആ വൃന്ദാവനം അതിലുള്ള സകല ഗോപികമാരെ ഭഗവാന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചു. ഏതൊരു സമയത്തും അവര് ഭഗവാനെ വിളിച്ച് ആ ഒരു വിരഹതാപത്തിൽ ഇങ്ങനെ മൂടിയിരുന്ന സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? അവരെ ഗോപികമാരെയും വൃന്ദാവനത്തെയും വ്രജയെയും മുഴുവൻ ഭഗവാനിലാക്കി, അല്ലെ? അതായത് വിരഹം അവർക്ക് ഭഗവാൻ ഒരിക്കലും തന്നെ കൊടുത്തെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാര്യം അവര് പൂർണ്ണമായിട്ട് ഭഗവാനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് വിരഹം? അതായത് കൃഷ്ണൻ അവിടുന്ന് വേർപെട്ടു വിരഹ ദുഃഖം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും സദാ ഭഗവാന്റെ ലീലകളും സദാ ഭഗവാന്റെ കഥകളും സദാ ഭഗവാനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നു. അതായത് ഭഗവാനുമായിട്ട് നൃത്തം ചെയ്ത സ്ഥലങ്ങള്, അതായത് കദംബ വൃക്ഷങ്ങളിലൊക്കെ കയറിയിരിക്കുന്നു, അതിൽ സ്പർശിക്കുന്നു, യമുനാ നദിയിലെ ജലമെടുത്ത് ദേഹത്തൊഴിക്കുന്നു. ഈ സമയത്തൊക്കെ തന്നെ ഭഗവാന്റെ ഗോക്കളുടെ കൂടെ നടക്കുന്നു. ഇത് ചെയ്യുമ്പോൾ ഏത് പ്രവൃത്തി ചെയ്യുന്നതിനും സദാ കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ എവിടെ നിന്നാണ് വേർപിരിഞ്ഞത്? അപ്പൊ അതൊരിക്കലും വേർപിരിയലല്ല, വിരഹമല്ല. പക്ഷെ ഭഗവാനാണ് അവരെ ശരിക്കും പറഞ്ഞ വേർപിരിഞ്ഞത്, ഗോപികമാരെ, അല്ലെ? ഭഗവാനാണ് വേർപിരിഞ്ഞത്. ഭഗവാനാണ് ആ വിരഹ ദുഃഖം അവരെക്കാളും കൂടുതൽ അനുഭവപ്പെട്ട. കാര്യം ഭഗവാന്റെ ഉള്ളിൽ വ്രജം മുഴുവനും വന്ന് ഒരു നെരിപ്പോട് പോലെ ഇരുന്ന് പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? അവരുടെ ആ വിരഹതാപം മുഴുവനും ഭഗവാനാണ് ഏറ്റെടുത്തത്, അല്ലെ? അത്രയും പേർ ഒരുമിച്ച് ഭഗവാനെ വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സദാ ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കണം, ഭഗവാൻ വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? സദാ ഭഗവാൻ വ്രജയിൽ തന്നെ കുടുങ്ങിക്കിടക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ഇപ്പോഴും അത് തന്നെയാണ്. അപ്പൊ അങ്ങനെ അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മൾ പോവുകയാണ്. യുക്ത കർമ്മഫലം തെക്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. യുക്ത കർമ്മഫലം തെക്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. യുക്ത കർമ്മഫലം തെക്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. ഹരേ കൃഷ്ണ. നമുക്ക് ഇതാരോട് ചോദിക്കാം? ഗീതാ മാതാജി. ഹരേ കൃഷ്ണ.
യുക്തകർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്ത കർമ്മകാരേണ ഫലേ സക്തോ നിബധ്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഷിബി മാതാജി. കൃഷ്ണ. യുക്തകർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്തകാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ലൈല മാതാജി. യുക്തകർമ്മഫലം त्यक्त्वा ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്തകാമകാരേണ ഫലേ സക്ത്വാ നിബധ്യതേ. ഹരി ഹരേ ഓം. കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ പദാനുപത തർജ്ജമ ചെയ്ത ശ്രീലപ്രഭാത്. യുക്തഹ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നവർ കർമ്മഫലത്തെ ത്യജിച്ചിട്ട് നൈഷ്ഠികി ശാശ്വതമായ ശാന്തിയെ ആപ്നോതി പ്രാപിക്കുന്നു. അയുക്തഹ കൃഷ്ണാവബോധമില്ലാത്തവർ കാമകാരേണ കർമ്മഫലം ഉദ്ദേശിക്കുന്ന പ്രവൃത്തി കൊണ്ട് ഫലേ സക്തഹ ഫലങ്ങളിൽ സക്തനായിട്ട് നിബദ്ധ്യതയെ ബന്ധിക്കപ്പെടുന്നു. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ ശ്രീലപ്രഭാത്. സ്ഥിരചിത്തനായൊരു ഭക്തൻ കർമ്മഫലങ്ങളെല്ലാം എനിക്ക് അർപ്പിക്കുന്നത് കൊണ്ട് സമ്പൂർണ്ണ സമാധാനം നേടുന്നു. എന്നാൽ ഈശ്വരനിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നവൻ തന്റെ കർമ്മഫലങ്ങളിൽ അത്യാഗ്രഹിയാകിയാൽ അതിൽ പെട്ട് വലയുന്നു. അതിന്റെ ഭാവാർത്ഥം ശാന്തകുമാരി മാതാജി. ശാന്തകുമാരി മാതാജി അവൈലബിൾ ആണോ? മാതാജി കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി എന്റെ ഭാവാർത്ഥം. ഓ നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ അവബോധമുള്ളവനും ശാരീരിക അവബോധമുള്ളവനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഒരാൾ കൃഷ്ണനിൽ ആസക്തനും മറ്റേയാൾ സ്വന്തം കർമ്മഫലങ്ങളിൽ ആസക്തനുമാണ്. കൃഷ്ണനിൽ ആസക്തനും കൃഷ്ണനു വേണ്ടി പ്രവർത്തിക്കുന്നവനുമായ വ്യക്തി തികച്ചും വിമുക്തനാകയാൽ അയാൾക്ക് കർമ്മഫലത്തിൽ ഉത്കണ്ഠയില്ല. ദ്വന്ദ്ഭാവനയോടെ, അതായത് പരമസത്യം എന്തെന്നറിയാതെ പ്രവർത്തിക്കുന്നതാണ് ഫലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയ്ക്ക് കാരണമെന്ന് ഭാഗവതം പ്രസ്താവിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമമായ സത്യം. കൃഷ്ണാവബോധത്തിൽ ദ്വന്ദ്മില്ല. ഉള്ളതെല്ലാം കൃഷ്ണ ശക്തിയുടെ ഉൽപ്പന്നങ്ങളാണ്. കൃഷ്ണൻ സർവമംഗളകാരിയാണ്. ആ നിലയിൽ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളൊക്കെ നിരപേക്ഷ തലത്തിലാണ്. അതീന്ദ്രിയങ്ങളാകയാൽ അവയ്ക്ക് ഭൗതിക ഫലങ്ങളില്ല. അതുകൊണ്ട് കൃഷ്ണാവബോധം മനുഷ്യന് പൂർണ്ണശാന്തി നൽകുന്നു. ഇന്ദ്രിയ സുഖപൂർത്തിക്കു വേണ്ടിയിട്ട് ലാഭചിന്തയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് ആ ശാന്തി ലഭ്യമല്ല തന്നെ. കൃഷ്ണനൊഴികെ മറ്റൊന്നിനും നിലനിൽപ്പില്ല എന്ന സാക്ഷാത്കാരമാണ് ശാന്തിയുടെയും നിർഭയതയുടെയും ഫലം. ഇതാണ് കൃഷ്ണാവബോധത്തിന്റെ രഹസ്യം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അപ്പം ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്ഥിരചിത്തനായൊരു ഭക്തൻ കർമ്മഫലങ്ങളെല്ലാം എനിക്ക് അർപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണ സമാധാനം നേടുന്നു. നമ്മള് നേരത്തെ 2-ാമത്തെ അധ്യായത്തിൽ സ്ഥിതചിത്തൻ അല്ലെങ്കിൽ യോഗയുക്തൻ എന്നും ഒക്കെ പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് 2-ാമത്തെ അധ്യായത്തിൽ, അല്ലെ? വേറൊരു വാക്കുകൂടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ ഒരുപാട് കണ്ടിരുന്നു, അല്ലെ? 2-ാമത്തെ അധ്യായത്തിന്റെ അവസാന ശ്ലോകങ്ങളില്. അപ്പൊ ആ സ്ഥിതചിത്തനായിട്ടുള്ള ഒരാള്, അതായത് എന്താണ്, അവർക്ക് ഈ വേലിയേറ്റങ്ങൾ വേലിയിറക്കങ്ങളൊന്നും വരില്ല, അല്ലെ? ഏത് സമയത്തും ഏത് ജീവിത സാഹചര്യത്തിലും എന്താണ്, എല്ലാത്തിനെയും ഒരേപോലെ, ദുഃഖത്തിനെയും സുഖത്തിനെയും അതുപോലെ തന്നെ ഉയർച്ചയും താഴ്ചയെയും എല്ലാത്തിനെയും ഒരേപോലെ തന്നെ അവർക്ക് കാണാൻ കഴിയുന്ന ആൾക്കാരാണ് ഈ സ്ഥിരചിത്തനായിട്ടുള്ളവർ. അങ്ങനെയുള്ള ഭക്തന്മാരെ കർമ്മഫലങ്ങളെ എല്ലാം എനിക്കായിട്ട് അർപ്പിക്കുന്നതുകൊണ്ട് സമ്പൂർണ്ണ സമാധാനം നേടുന്നു. അവര് നല്ല കർമ്മമാണെങ്കിലും മോശ കർമ്മങ്ങളാണെങ്കിലും അതിന്റെ ഫലങ്ങളെയൊക്കെ തന്നെ എനിക്കായിട്ട് അർപ്പിക്കുന്നു, അല്ലെ? അപ്പൊ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് കാര്യമാണെങ്കിലും അവരത് എന്നിലേക്ക് അർപ്പിക്കുന്നത് കൊണ്ട് ഞാനാണത് സ്വീകരിക്കുന്നത്, അല്ലെ? അതിന്റെയൊക്കെ ഉത്തരവാദി ഞാനായി മാറുകയാണ്, അല്ലെ? അപ്പൊ ഇവർക്ക് ആ കർമ്മത്തിന്റെ ഫലങ്ങളൊന്നും തന്നെ അനുഭവിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. കാര്യം അതെല്ലാം ഞാനാണ് അതിന്റെ നിയന്താവ്. അത് എന്നിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ ഞാനാണ് അതിന്റെ ഉത്തരവാദി, അല്ലെ? അപ്പൊ അത് എന്തുകൊണ്ട് അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും? ഭഗവാനിൽ അർപ്പിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അത് സ്ഥിരചിത്തരായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ
സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ദ്വന്ദ്വങ്ങളില് നമ്മൾ വ്യാമോഹിതരായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെയാണോ ഇവിടെയാണോ, കക്ഷത്തിലിരിക്കുന്നത് പോകാനും പാടില്ല, ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും വേണം. ഈ രണ്ട് രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഒരു സ്ഥിരചിത്തത എന്ന് പറഞ്ഞ ഒരു സംഭവം ഒരിക്കലും ഉണ്ടാവില്ല. അല്ലേ? കൃഷ്ണനിൽ വിശ്വസിക്കണോ, അതോ ദേവിയാണോ വലുത്, അതോ എന്താണ് മഹാദേവനാണോ വലുത്, അതോ ഈ എന്താ പറയുന്നത്, നമ്മൾ അവിടെ പോകുമ്പോഴത്തേന് ഞാൻ ആ സത്സംഗത്തിൽ പോയപ്പോ അവരങ്ങനെ പറഞ്ഞു, ഋതിക് സിസ്റ്റത്തിൽ പോയപ്പോഴത്തേനും അവരിങ്ങനെ പറഞ്ഞു. ഇങ്ങനെയുള്ള ഈ വ്യതിചലനമാണ് ഇപ്പോഴും നമ്മളെ മനസ്സിനെ പിടിച്ച് കുലുക്കുന്നത്. സ്ഥിരചിത്തനായിട്ടുള്ള ആൾക്കാർക്ക് യാതൊരു സംശയവുമില്ല, ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷനിൽ നിന്ന് ഒരിക്കലും യാതൊരു വ്യതിയാനവും അവർക്കുണ്ടാവില്ല അവരുടെ മനസ്സിൽ. അല്ലെ? സുഖവും ദുഃഖവും എല്ലാം വന്നു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ എന്താണ് പ്രസാദമായിട്ട് അവര് ഉൾക്കൊള്ളും. ഏത് സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും എന്താണ് ഇത് ഭഗവാന്റെ അറിവോട് കൂടി, ഭഗവാന്റെ ഇച്ഛയോട് കൂടി എനിക്ക് തന്നിരിക്കുന്നതാണ്. എന്റെ മോശം കർമ്മങ്ങളെ എടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്നോട് കൃപയുള്ളത് കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം തന്നതാണ് എന്നുള്ള രീതിയിൽ അവരതിനെ ഉൾക്കൊള്ളുന്നതായിരിക്കും. അങ്ങനെ ഉള്ളപ്പോൾ അവർ സമ്പൂർണ്ണ സമാധാനം നേടുന്നു. കാര്യം അത് എന്താണ്, അത് ഭഗവാനിൽ നിന്ന് കിട്ടിയ ഒരു വരദാനമായിട്ട് കാണുന്ന ആൾക്കാർക്ക് എന്താണ്, അപ്പൊ അതിന്റെ റെസ്പോൺസിബിലിറ്റി ആരാണ്? ഭഗവാനാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താണ്, ഈ വിഷയങ്ങളെ എന്താണ് അവരുടെ വെളിയിലേക്ക് മാറ്റിയെടുക്കുന്നു. മാറ്റി വിടുന്നത് കൊണ്ട് അവർക്ക് എന്താണ് പൂർണ്ണമായ സമാധാനം കിട്ടും. നമ്മൾ ആ വിഷയങ്ങളെല്ലാം നമ്മൾ ഉള്ളിലേക്ക് ആക്കി എടുക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആർക്കും സമാധാനം ഇല്ലാതെയും വരുന്നു. പക്ഷെ അങ്ങനെയുള്ള സ്ഥിരചിത്തരായിട്ടുള്ള വ്യക്തികൾക്ക് എന്താണ് പൂർണ്ണമായിട്ടുള്ള സമാധാനമാണ് അവർക്ക് കിട്ടുന്നത്. കാര്യം അതെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഭഗവാൻ അതിന്റെ ഫലങ്ങളെ മുഴുവൻ തന്നെ ഭഗവാൻ എന്താണ് ഉൾക്കൊള്ളുന്നു. ഭോക്താരാം യജ്ഞ തപസ്സാം, എല്ലാ ഭോഗങ്ങളും നമ്മൾ ഭഗവാനെ ആ ഭോഗം അർപ്പിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെയും ഫലത്തെ അത് ഭോഗമായിട്ട് ഭഗവാനിൽ നിവേദ്യമായിട്ട് ഭഗവാനിൽ അർപ്പിക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ് ആ ഭോക്താവായിട്ടുള്ള സർവ്വതും ഭുജിക്കുന്ന ആ ഭോക്താവ് ഇതെല്ലാം അതിനെ അങ്ങ് ഭുജിച്ചുകൊള്ളും. ഈ കർമ്മഫലങ്ങളെല്ലാം അദ്ദേഹം അങ്ങ് ഭുജിച്ചുകൊള്ളും. എന്നാൽ ഈശ്വരനിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന തന്റെ കർമ്മഫലങ്ങളിൽ അത്യാഗ്രഹിയാകിയാൽ അതിൽപ്പെട്ടു വലയുന്നു. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം പറയുവാണ്. എന്നാൽ ഭഗവാനിൽ വിശ്വാസമില്ലാതെ നിരീശ്വരവാദികളായിട്ടുള്ള കുറെ ഇസം പറയുന്നവരുണ്ട്, അല്ലെ? കമ്മ്യൂണലിസം ഉണ്ട്, കമ്മ്യൂണിസം ഉണ്ട്, ഏത്തിസം ഉണ്ട്, അങ്ങനെ കുറെ ഇസങ്ങളുണ്ട്, അല്ലെ? ഈ ഇസങ്ങളിൽ പെട്ട് വലയുന്നവര് എന്താണ് സംഭവിക്കുന്നത്? അവസാനം അവർക്ക് ഈ നിരീശ്വരവാദം ഒക്കെ ആയിട്ട് നടക്കുന്നവർക്ക്, കാര്യം നല്ല വ്യക്തികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇതില്. ഈ പറയുന്ന ഇസങ്ങളിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ നല്ല മനുഷ്യരായിട്ടുള്ള നല്ല വ്യക്തികളായിട്ടുള്ള ചില കൃഷ്ണാപത്തിലുള്ള ചില ഭക്തന്മാരും ചില വളരെ മോശമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. അവരിലേക്കാളും നല്ല മനുഷ്യരെ ചിലപ്പോൾ നമുക്ക് പുറത്ത് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഇവരുടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. കാര്യം ഇവര് എന്താണ് ഭഗവാനിൽ സമർപ്പിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷെ ചെറിയ ചെറിയ എന്താണ് ദുർചിന്തകളോ ദുർവിചാരങ്ങളോ അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ അവർക്കുണ്ടാകും. എങ്കിലും മറ്റവരെന്താണ് പൂർണ്ണമായിട്ടും ഭഗവാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ഒരു അറ്റാച്ച്മെന്റും ഇല്ല. പൂർണ്ണമായിട്ടും ഞാൻ ചെയ്യുന്നതൊക്കെ തന്നെ അതിന്റെ കർമ്മഫലങ്ങളെ അതോടുള്ള ആസക്തി കൊണ്ടാണ് അവർ ചെയ്യുന്നതല്ല. അതിന്റെ റിസൾട്ട് എനിക്കൊരു പബ്ലിസിറ്റി. ഒരാള് ഭഗവാനെതിരെ ഇപ്പൊ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെതിരെയും അങ്ങനെ പലർക്കും എതിരെ ഇപ്പൊ ആൾക്കാർ അവിടെ തച്ചിനിരുന്ന് എഴുതുക. അത് നമ്മളുടെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് എഴുതുന്നത്. ഒരുപാട് തെളിവുകളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരാള് ഇല്ലായിരുന്നു, വള്ളത്തോളാണ് എഴുതിയത്, ഹരിനാമകീർത്തനവും രാമായണവും ഒക്കെ വിവർത്തനം ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തി തന്നെ ഇല്ല, മലയാള ഭാഷയ്ക്ക് ഒരു പിതാവൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഒരു രീതിയുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരുപാട് ആൾക്കാരാണ് ഉള്ളതല്ലേ. അപ്പൊ അങ്ങനെ ഈ ഇസങ്ങളുടെ ഇടയിൽ പോകുന്നവരുടെ അവിടെ എന്താണ് പ്രത്യേകത? അവിടെ ഭഗവാൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇല്ല. അപ്പൊ അവര് മുഴുവൻ എന്താണ് പേരിനും പ്രശസ്തിക്കും കുറെ ലൈക്ക് ഷെയർ അല്ലെ സബ്സ്ക്രൈബേഴ്സ്, ഇത്രയും മാത്രമേ അവര് ചെയ്യുന്നുള്ളൂ. അപ്പൊ അവരുടെ ആ പ്രവർത്തികൾക്കൊക്കെ തന്നെ പ്രതിപ്രവർത്തനങ്ങളുണ്ട്. അവർ അതിൽപ്പെട്ട് വലയുന്നു എന്ന് ഭഗവാൻ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് അവർക്ക് ഒരിക്കലും മോചനമില്ല. നല്ല ഫലങ്ങളുടെ പുറകെ ആണെങ്കിലും മോശം ഫലങ്ങളുടെ പുറകെ ആണെങ്കിലും അതിൽ ഫലാസക്തി അതിൽ അർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഫലങ്ങളുടെ പ്രതിപ്രവർത്തനങ്ങളിൽ ഇവര് കിടന്ന് എന്താണ് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. അതിന്റെ പ്രതിപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും ഇതിന് ഉണ്ടാകുന്നതെന്നുള്ളതാണ് വാസ്തവം. സമാധാനവും കിട്ടില്ല, ഒരിക്കലും സമാധാനവും ഒരിക്കലും സമാധാനം എന്ന് പറയുന്ന ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അത് തന്നെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്.
ഇനി അടുത്ത 13ാമത്തെ ശ്ലോകം. സർവകർമാണി മനസാ സന്യാസ്യാസ്തേ സുഖം വശി നവദ്വാരേ പുരേ ദേഹി നൈവ കുർവന്ന കാരയൻ. സർവകർമാണി മനസാ സന്യസ്താസ്തേ സുഖം വശി നവദ്വാരേ പുരേ ദേഹി നൈവ കുർവന്ന കാരയൻ. സർവകർമാണി മനസാ സന്യസ്യാസ്തേ സുഖം വശി നവദ്വാരേ പുരേ ദേഹി നൈവ കുർവന്ന കാരയൻ. ഹരേ കൃഷ്ണ. ഇനി ആരാണുള്ള? ഡോക്ടർ ശ്രീരഞ്ജിനി മാതാജി. മാതാജി കൃഷ്ണ പ്രഭു, ശ്ലോക നമ്പർ എന്ന് പറയാമോ? 13. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവകർമാണി മനസാ സന്യസ്യാസ്തേ സുഖം വശി നവദ്വാരേ പുരേ ദേഹി നൈവ കുർവന്ന കാരയൻ. സതി ഹരി ഓം ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ. ജയ ശ്രീലപ്രഭാത്. സർവകർമാണി, സർവകർമ്മങ്ങളെയും മനസ്സുകൊണ്ട് സന്യസ്യ ഉപേക്ഷിച്ചിട്ട് നവദ്വാരെ 9 ദ്വാരങ്ങളുള്ള പുരത്തിൽ ന കുർവൻ ഒന്നും ചെയ്യാതെ, ന കാരയൻ ഒന്നും ചെയ്യിക്കാതെ, വശി ജിതേന്ദ്രിയനായി, ദേഹി ശരീരസ്ഥനായ ആത്മാവ് സുഖമാകും വണ്ണം ആസ്തേ സ്ഥിതി ചെയ്യുന്നു. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ ശ്രീലപ്രഭാത്. ശരീരസ്ഥനായ ആത്മാവ് തന്റെ പ്രകൃതത്തെ നിയന്ത്രിച്ച് സർവകർമ്മങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് 9 വാതിലുകളുള്ള പുരത്തിൽ ഭൗതിക ശരീരത്തിൽ സുഖമായി വാഴുന്നു. ഒന്നും ചെയ്യുന്നില്ല, ചെയ്യിക്കുന്നതുമില്ല. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം നമുക്ക് ഷിബി മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ജയ് ശ്രീ പ്രഭാത്. ദേഹി 9 വാതിലുകളുള്ള പുരത്തിൽ വസിക്കുന്നു. ശരീരമാകുന്ന ഈ പുരത്തിലെ പ്രവർത്തനങ്ങൾ പ്രകൃതിയുടെ പ്രത്യേക ഗുണങ്ങൾക്കനുസരിച്ച് യാന്ത്രികമായി നടന്നു പോരുകയാണ്. ശരീരത്തിന്റെ പരിമിതികൾക്ക് സ്വതേ വഴങ്ങുന്നുണ്ടെങ്കിലും ജീവാത്മാവിന് ഈ പരിമിതികളെ വേണമെങ്കിൽ ലംഘിക്കാൻ കഴിയും. തന്റെ ശ്രേഷ്ഠതരമായ ഭാവം മറന്നു പോകുന്നത് കൊണ്ടാണ് ജീവന് ശരീരത്തോട് താതാത്മ്യം തോന്നുന്നത്, തന്മൂലം ദുഃഖങ്ങൾക്കിടവരുന്നതും. കൃഷ്ണാബോധത്താൽ ജീവന് തന്റെ യഥാർത്ഥ സ്ഥിതി പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും. തന്മൂലം തന്റെ ദേഹാവസ്ഥയിൽ നിന്ന് അയാൾക്ക് മോചനം നേടാം. അങ്ങനെ കൃഷ്ണാബോധം ഉൾക്കൊള്ളുമ്പോൾ ഒരാൾ ക്ഷണേന ശാരീരിക പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകലുന്നു. 9 കവാടങ്ങളുള്ള പട്ടണത്തിൽ അയാൾ തന്റെ മനോഭാവങ്ങളെല്ലാം മാറ്റി സുനിയന്ത്രിതമായ ജീവിതം നയിക്കുന്നു. നഗരത്തിലെ നവദ്വാരങ്ങൾ താഴെ പറയുന്നവയാണ്. നവദ്വാരേ പുരേ ദേഹി ഹംസോ ലേലായത്തെ ബഹി വശി സർവസ്യ ലോകസ്യ സ്ഥാവരസ്യ ചരസ്യ ച. ജീവസത്തയുടെ ശരീരാന്തർഭാഗത്ത് വാഴുന്ന ഭഗവാൻ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളുടെയും നിയന്താവാണ്. ശരീരത്തിന് 9 വാതിലുകളുണ്ട്. 2 കണ്ണുകൾ, 2 നാസാദ്വാരങ്ങൾ, 2 ചെവികൾ, വായ്ഗുദം, ഉൽപാദനേന്ദ്രിയങ്ങൾ എന്നിങ്ങനെ. ബദ്ധാവസ്ഥയിൽ ജീവൻ താനും ശരീരവും ഒന്നാണെന്ന് കരുതുന്നു. എന്നാൽ തന്നിലുള്ള ഭഗവാനോട് താതാത്മ്യം പ്രാപിക്കാൻ കഴിഞ്ഞാൽ ശരീരസ്ഥനായിരിക്കുമ്പോൾ തന്നെ ഭഗവാനോളം സ്വാതന്ത്ര്യം നേടാം. ഉപനിഷത്ത് 3.18. കൃഷ്ണാബോധമുള്ളവൻ ഭൗതിക ശരീരത്തിന്റെ എല്ലാ ബാഹ്യാന്തരങ്ങളായ പ്രവർത്തനങ്ങളിൽ നിന്നും മുക്തനാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ വലിയൊരു സബ്ജക്റ്റ് ആണ് പറഞ്ഞത് അല്ലെ. എന്താണ്? ശരീരസ്ഥനായ ആത്മാവ് തന്റെ പ്രകൃതത്തെ നിയന്ത്രിച്ച് സർവകർമ്മങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് 9 വാതിലുകളുള്ള പുരത്തിൽ ഭൗതിക ശരീരത്തിൽ സുഖമായി വാഴുന്നു. ഒന്നും ചെയ്യുന്നില്ല, ചെയ്യിക്കുന്നതുമില്ല. അപ്പം ഈ ആത്മാവ്, ശരീരം, പരമാത്മാവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ എന്താ പറയുക, സാഖ്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2ാമത്തെ അധ്യായത്തിൽ നമ്മൾ കൂടുതൽ ആത്മാവിനെ പറ്റി നമ്മൾ കാണുകയും ചെയ്തു. അതിൻ്റെ അകത്ത് ഒരുപാട് ആത്മാവിന് എന്താണ് ആത്മാവ്, എന്താണ് ശരീരം, എന്താണ് പരമാത്മാവ്, ആർക്കാണ് പറയാൻ പറ്റുന്നത്? ആത്മാവിന്റെ സ്വഭാവ സവിശേഷതകള് അങ്ങനെയൊക്കെയുള്ള ആത്മാവിനെ പറ്റി ആർക്കാണ് ഒരു 3-4 ലൈൻ പറയാൻ പറ്റുന്നത്? ആത്മാവ് പിന്നെ ഭഗവാന്റെ തന്നെ ഒരു അംശമാണ്.
പിന്നെ ആത്മാവിന് ജനനവും മരണവും ഒന്നുമില്ല, ഒന്നും അത് ചെയ്യുന്നുമില്ല. ആത്മാവ് നമ്മുടെ ശരീരത്തില് ഇരിക്കുകയാണ്. ശരീരത്തിൽ ഇരിക്കുന്ന ശരീരം കേടാകുമ്പോൾ അത് മാറി വേറെ ശരീരത്തിൽ കയറി അങ്ങനെ പോകുന്നു ആത്മാവ്. ശരീരമാണെങ്കിൽ നശിക്കുന്നതാണ്. ശരീരം നശിക്കുന്നതാണ്. അത് കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി പിന്നെയും 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 സൂക്ഷ്മ ശരീരം എടുത്ത് പിന്നെയും അത് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ആത്മാവിനതില്ല. പരമാത്മാവെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ എല്ലാം സൂപ്പർ കൺട്രോളറാണ്, സുപ്രീം കൺട്രോളറാണ് നമ്മുടെ. അദ്ദേഹമാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്, കംപ്ലീറ്റ് നിയന്ത്രിക്കുന്ന അദ്ദേഹമാണ്. ആത്മാവിനെ വെട്ടി മുറിച്ച് കളയാനോ മുറിവേൽപ്പിക്കാനോ നശിപ്പിക്കാനോ ഉണ്ടാക്കാനോ കഴിയുന്നതല്ല, എന്നും ശാശ്വതമാണ്. ഉപദ്രവിക്കാനോ ശരീരം നശ്വരമാണ്. പരമാത്മാവ് ശാശ്വതമാണ്. ശരീരമാകുന്ന കൂടിനുള്ളിൽ ഇരിക്കുന്ന ഭഗവാന്റെ അംശമാണ് പരമാത്മാവ്. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ നമ്മള് ഈ ശരീരം, ജീവാത്മാവ്, പരമാത്മാവ് എന്ന 3 സബ്ജക്റ്റിനെ പറ്റിയാണ് നമ്മൾ കണ്ടത് അല്ലെ. അപ്പൊ ഈ ശരീരം എന്ന് പറയുന്നത് എന്താണ്? ഭൗതിക പ്രകൃതിയാൽ നിർമ്മിതമായ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ സംഭവമാണ് ഈ ശരീരം. നമ്മുടെ ഈ പുറമേ കാണുന്ന ഈ ശരീരം, നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്നത് അല്ലെ. അതുകൊണ്ടാണ് മിഥ്യാ ശരീരം എന്ന് പറയുന്നത് അല്ലെ. കാര്യം ഈ പഞ്ചഭൂതങ്ങളും പ്രകൃതി എല്ലാം തന്നെ കുറച്ച് കഴിയുമ്പോൾ യഥാർത്ഥമല്ലാതായിട്ട് മാറുന്നത് കൊണ്ട്, ശാശ്വതമല്ലാത്തത് കൊണ്ട്, അതുകൊണ്ട് നമ്മളെ ശരീരം എന്ന് പറഞ്ഞാൽ മിഥ്യാ ശരീരമാണ്. ഇപ്പോൾ കാണുമ്പോൾ ഉണ്ട്, കുറച്ച് കഴിയുമ്പോൾ അത് ഇല്ലാതെ പോകും, നശിക്കും അല്ലെ. അതുകൊണ്ട് ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നമ്മളുടെ പിതൃക്കന്മാര് നമുക്ക് തന്നതാണ് നമുക്ക് ഈ ശരീരം അല്ലെ. അതായത് ഭൗതിക പ്രകൃതിയിൽ നിന്നാണ് ഇതിന്റെ മൂലകങ്ങളെല്ലാം ഇതിന്റെ ഉള്ളിലിരിക്കുന്നത്. നമ്മൾ എവിടെ നിന്ന് ഭൗതിക പ്രകൃതിയിൽ ഇത് തന്നു, ഭൗതിക പ്രകൃതിയിലേക്ക് തന്നെ ഇത് തിരിച്ചു പോകുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ. അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ മണ്ണിൽ നിന്ന് വന്നു മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു ഈ ശരീരം. പക്ഷെ ഞാൻ എന്ന് പറയുന്ന ആള് അതിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഞാൻ ആരാണ്? ഞാൻ ഈ ശരീരമല്ല, ഞാൻ എന്താണ്? ആത്മാവാണ്. അപ്പൊ ആത്മാവ് എന്താണ്? ആത്മാവ് എന്താണ്? മമേവാംശ ജീവലോകെ ജീവഭൂത സനാതന. എന്റെ അംശം എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നുണ്ട്. ആ അംശത്തിന്റെ പേരാണ് ജീവാത്മാവ്. മമേവാംശേ, എന്റെ അംശം. ഓരോ ജീവാത്മാവും എന്റെ അംശമാണ്, എന്റെ ശാശ്വത അംശമാണ് എന്ന് പറഞ്ഞാൽ എറ്റേണൽ ആണ്, ഒരിക്കലും നാശമില്ല. ആത്മാവിന് ഒരിക്കലും നാശമില്ല. ആയുധങ്ങൾ കൊണ്ടോ എന്താണ് മറ്റുള്ള ഒരു കാര്യങ്ങളും മുറിവേൽപ്പിക്കാൻ പറ്റത്തില്ല, പൊള്ളുകയില്ല, അതിനെ നശിപ്പിക്കാൻ പറ്റില്ല, അതിനെ പരിണാമപ്പെടുത്താൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. അപ്പൊ ശാശ്വതമാണ്, ഭഗവാന്റെ ശാശ്വത അംശമാണ്. അപ്പോൾ ഈ ആത്മാവ് എന്താണ്? ഒരു ശരീരം വിട്ട് ഒരാൾ ഒരു ഷർട്ട് മാറി പുതിയ ഷർട്ട് ഇടുന്നത് പോലെ തന്നെ ഒരു ശരീരം വിട്ട് മറ്റ് ശരീരങ്ങൾ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? നമ്മളുടെ കർമ്മഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ പല പല ശരീരങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ശരീരത്തിൽ ഇരുന്നപ്പോൾ ഇതൊരു മനുഷ്യ ശരീരമാണ്. അത് എന്റെ ശരീരത്തിൽ ആത്മാവ് ഇരുന്നപ്പോൾ എന്താണ്? അത് എന്റെ പേരിൽ അറിയപ്പെട്ടു. ജ്ഞാനാംബിക മാതാജിയുടെ ശരീരത്തിൽ ആത്മാവ് വന്നപ്പോൾ ജ്ഞാനാംബിക മാതാജിയുടെ ഉടുപ്പിട്ടപ്പം മാതാജിയുടെ പേരായി അല്ലെ. മാതാജിയുടെ ഉടുപ്പിട്ടേ ഉള്ളൂ അല്ലെ. അപ്പം അതിനുപരി നമുക്ക് വേറൊരാളും കൂടി ഉണ്ട്. അതാണ് പരമാത്മാവ് അല്ലെങ്കിൽ പരമപുരുഷൻ, പരമനിയന്താവ് എന്ന് പറയുന്ന ആള്. അദ്ദേഹമാണ് എന്താണ്? ഇതിന്റെ സുപ്രീം കൺട്രോളർ ആയിട്ടുള്ള സാക്ഷാൽ ഭഗവാന്റെ അംശമായിട്ടുള്ള ആ ഒരു പരമാത്മാവ്. ഭഗവാൻ തന്നെ എന്താണ്? നമ്മുടെ പരമാത്മാവായിട്ട് വന്നിരിക്കുന്നത്. അതിനെ ഉപമിച്ചിരിക്കുന്നത് എന്താണ്? ഒരു ചെടിയുടെ 2 ശാഖകളിൽ ഇരിക്കുന്ന 2 പക്ഷികളായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത് അല്ലെ. മുകളിലത്തെ ശാഖയിൽ ഇരിക്കുന്നത് പരമാത്മാവും താഴത്തെ ശാഖയിൽ ഇരിക്കുന്ന ജീവാത്മാവും. അതായത് അദ്ദേഹം എന്താണ്? സാക്ഷിയാണ് അല്ലെ. എല്ലാത്തിനും സാക്ഷിയാണ്, സർവ്വതിനും സാക്ഷി അല്ലെ. അതാണ് പരമാത്മാവിന്റെ സ്വഭാവം അല്ലെ. വീക്ഷിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം എന്താണ്? എപ്പോഴും നമ്മുടെ സുഹൃത്തും അഭ്യുതകാംക്ഷിയുമായിരിക്കും അല്ലെ. സുഹൃത്ത് എന്നാൽ നമുക്ക് നല്ലത് വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന പരമാത്മാവ്. വേറെ ഒരാളുമില്ല. നമ്മുടെ
നമ്മൾ ഓർക്കും നമ്മുടെ അച്ഛൻ, അമ്മ, നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാവരും ആയിരിക്കും എന്ന് വിചാരിക്കും അല്ലെ. അവരൊക്കെ എന്താണ് കണ്ടീഷണലി ആണ് അല്ലെ, ചില കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണ്. ചിലപ്പോ അവർക്കൊക്കെ ചിലപ്പോൾ ഇവർ എത്രയും പെട്ടെന്ന് പോയാൽ മതി എന്നുള്ള ഒരു ചിന്തയായിരിക്കും അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞ് ഓരോ സാഹചര്യങ്ങളും അതിന്റെ ഇതിൽ കൊണ്ട് ഇത് മാറി മറയും ഈ കാര്യങ്ങളൊക്കെ തന്നെ അല്ലെ. നമുക്കറിയാമല്ലോ, സ്വന്തം എന്താണ് അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള വഴക്കും പ്രശ്നങ്ങളും അതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ് അല്ലെ. ഇതൊക്കെ ആപേക്ഷികമാണ് അല്ലെ. പക്ഷെ ഒരിക്കലും നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവ് നമ്മളെ തള്ളിപ്പറയില്ല. അദ്ദേഹം എന്താണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹം നമ്മളുടെ എപ്പോഴും എവർഗ്രീൻ സുഹൃത്താണ് അല്ലെ. ഒരിക്കലും ആ സുഹൃത്ത് നമ്മളെ കൈവിടിയില്ല. നമ്മളെ എല്ലാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. സർവ്വതിനും സാക്ഷിയാണ്. പക്ഷെ അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതെങ്കിലും അദ്ദേഹം എല്ലാം ഒന്നിലും ഇടപെടുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഈ ശ്ലോകത്തിൽ കൂടെ. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ കൂടെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പക്ഷെ അദ്ദേഹം ഒന്നിലും ഇടപെടുന്നില്ല. അപ്പൊ ഈ ആത്മാവും പരമാത്മാവും ഇരിക്കുന്ന ഈ ഈ ഒരു പുരത്തെ എന്താണ് പറയുന്നത്, ഈ ശരീരത്തിന് എന്താണ് ക്ഷേത്രം എന്ന് പറയുന്നു അല്ലെ. നമ്മൾ ഈ ശരീരം പോലെ തന്നെയാണ് നമ്മൾ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഈ ശരീരത്തെ ക്ഷേത്രം എന്ന് പറയുന്നു. അതിനുള്ളിൽ ഇരിക്കുന്ന നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആത്മാവ് ഇരിക്കുന്നു. ക്ഷേത്രത്തിനുള്ളിൽ എന്താണ് ഡയറ്റി ഇരിക്കുന്നു, ഭഗവാൻ ഇരിക്കുന്നു, വിഗ്രഹം ഇരിക്കുന്നു അല്ലെ. അവിടെ വിഗ്രഹം ഇരിക്കുന്നു, ഇവിടെ നമ്മളുടെ ആത്മാവ് ഇരിക്കുന്നു അല്ലെ. ഹൃദയം ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് നമ്മള് ഒരു സിനിമ ഒക്കെ പണ്ട് ഉള്ളവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ. ആരുടെയാണെന്ന് എനിക്കറിയില്ല. എന്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് ഹൃദയം ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ആ സിനിമ? മല്ലിയാമാതാജി കണ്ടിട്ടുണ്ടാവും അല്ലെ. ആരുടെയാണ്? പണ്ടത്തെ നസീറിന്റെയോ സത്യന്റെയോ എല്ലാം ആയിരിക്കാം, എനിക്കറിയത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ഈ ശരീരത്തിന് അപ്പൊ എത്ര ഗേറ്റുകളുണ്ട്? 9 ഗേറ്റുകൾ ഉള്ളതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. 9 ഗേറ്റുകളുണ്ട്. ഇതിനെപ്പറ്റി പുരഞ്ചരൻ എന്ന് പറയുന്ന ഒരു കഥയായിട്ട് നാരദമുനി 9 ഗേറ്റുകളുള്ള ഒരു രാജ്യമായിട്ട് പറയുന്നുണ്ട്. അതില് ഇരിക്കുന്ന രാജാവായിട്ട് ആരാണ് പറയുന്ന? ആത്മാവ് അല്ലെ. ഈ ആത്മാവിനെ ആ ഒരു രാജ്യത്തിലെ രാജാവ്. ഇതിലെ 9 ഗേറ്റുകൾ എന്തൊക്കെയാണ് ആ രാജ്യത്തിലെ? 2 കണ്ണുകളെ, 2 മൂക്ക്, 2 ചെവി, വായ്, അതുപോലെ തന്നെ ജനനേന്ദ്രിയം, അതുപോലെ തന്നെ ഭൂതം എന്ന് പറയുന്ന ഈ 9 ഗേറ്റുകളുണ്ട് എല്ലാവരുടെയും ശരീരത്തിൽ അല്ലെ. അപ്പൊ ഈ 9 ഗേറ്റുകളുള്ള ഈ പുരത്തിൽ ഇരുന്ന് വാഴുന്ന ഈ പറയുന്ന സുഖമായിട്ട് വാഴുകയാണ് ചെയ്യുന്നത് അല്ലെ. വളരെ സുഖമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അത്ര സുഖമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് സുഖമായിട്ട് വാഴുന്നു, ഒന്നും ചെയ്യുന്നില്ല, അത് ചെയ്യിക്കുന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 9 ഗേറ്റിൽ കൂടെ തന്നെ എന്താണ് ഈ ഇദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വരും. ഈ 9 ഗേറ്റിൽ കൂടെ പുറത്തു വരാനുള്ള അവസ്ഥ എന്താണ്? പിന്നെ തിരിച്ച് മരിച്ചുപോയി, ഇല്ല, ആത്മാവ് പോയി, വീണ്ടും ജനിക്കേണ്ടി വരും അല്ലെ. വീണ്ടും അതെ ജനിക്കേണ്ടി വരും. അതായത് ഈ 9 പുരങ്ങളുള്ള ഈ രാജ്യത്തിൽ നമ്മൾ ഈ ഏതെങ്കിലും ഗേറ്റ് വഴിയാണ് നമ്മളുടെ ജീവൻ പോകുന്നതെങ്കിൽ ഇത് നമ്മൾ പലരുടെയും കാണാം. ചിലർ കണ്ണ് മിഴിച്ചുകൊണ്ടായിരിക്കും ചിലരുടെ ജീവൻ പോകുന്നത്, ചിലർ വാ പൊളിച്ചുകൊണ്ടായിരിക്കും, ചിലർ മൂക്കിൽ കൂടെ ഒക്കെ ബ്ലഡ് വരുന്ന കാണാം. അപ്പം ദേഹി അതുവഴിയായിരിക്കും പോയിരിക്കുന്നത്. ചിലര് ചെവിയിൽ കൂടെ ചിലർക്ക് ബ്ലഡ് വരും, അല്ലെങ്കിൽ ചെവി ഇങ്ങനെ അവര് ഇങ്ങനെ കുടയുന്നത് കാണാം. അതുപോലെ തന്നെ ചിലർക്ക് എന്താണ് ആ സമയത്ത് വിസർജ്യം പോകുന്ന കാണാം, ചിലർ മൂത്രം ഒഴിക്കും. അപ്പൊ ഏത് വഴിയാണ് പോകുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. ഓരോരുത്തർക്കും ഓരോ സ്ഥലത്തൂടെ ആയിരിക്കും ജീവൻ പോകുന്നത് അല്ലെ. അതുപോലെ തന്നെ വിസർജിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ എന്താണ് പിന്നീട് കൃമി ആയിട്ടായിരിക്കും പോകുന്നത്. നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്ര നീച ജന്മ ആയിരിക്കും. ഈ കഴുത്തിന് മേലോട്ടാണ് ഇതാണെന്നാ പറയുന്നത്, കഴുത്തിന് മേലോട്ടാണ്. അതെ. എന്നിട്ട് ഈ ഒരു അവസ്ഥയിൽ കൂടെ അല്ലാതെ, ഈ 9 ഗേറ്റിൽ കൂടെ അല്ലാതെ ജീവനെ പുറത്തു വിടുന്ന ആൾക്കാരെയാണ് യോഗികൾ എന്ന് പറയുന്നത്. അവരെന്താണ് ഈ പറയുന്ന സഹസ്രാരദള പത്മം, ഇവിടുത്തെ എന്താണ് അതിനെ പറയുന്ന ബ്രഹ്മരന്ധ്രം എന്ന് പറയും. ബ്രഹ്മരന്ധ്രം തുളച്ചിട്ടാണ് അവരുടെ ജീവൻ പോകുന്നത്. അങ്ങനെയുള്ള യോഗികളെ അടക്കുന്നത് ഇരുത്തിയാണ് അടക്കുന്നത്. നമുക്കിപ്പം കുറെ പള്ളിയിലെ പാതിരിമാരെയൊക്കെ കൊണ്ടുപോയി സമാധിയായെന്ന് പറഞ്ഞ് ഇരുത്തി അടക്കുന്ന കണ്ടു. അവരൊക്കെ എത്ര സുഖലോലുപരായിട്ട് നല്ല എന്താണ് പറയുന്നത് നോൺ വെജ് ഒക്കെ കഴിച്ച് വൈനൊക്കെ അടിച്ച് സുഖമായിട്ട് കഴിയുന്ന ആൾക്കാരെയൊക്കെ കൊണ്ട് യോഗികളായിട്ട് കൊണ്ട് ഇരുത്തി അടക്കാമെന്ന ഒരു പ്രഹസനാണെന്ന് തോന്നും. പക്ഷെ
എന്തോ നമുക്കറിയില്ല. നമ്മൾ അതിനെപ്പറ്റി പറയാൻ നമ്മൾ ആളല്ല. നമ്മൾ അത്ര പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ പറയാനായിട്ടുള്ള ആളല്ല. എന്നിരുന്നാൽ തന്നെയും അവരുടെ തിരുമേനിമാര് പിന്നെ വെജ് കഴിക്കുന്നേ, അവര് നോൺ വെജ് കഴിക്കത്തില്ലെന്നാണ് പറയുന്നത്. തിരുമേനിയാകുന്നവരുണ്ട്. ഈ അച്ഛന്മാരിൽ തന്നെ കല്യാണം കഴിക്കാത്ത ആൾക്കാരുണ്ട്. അവര് വെജാ കഴിക്കുന്നേ. അത് എനിക്ക് അറിയത്തില്ല മാതാജി. ഞാൻ ഭൂരിഭാഗം അറിയുന്ന ബിഷപ്പ് ഹൗസിലൊക്കെ ഇതൊക്കെ തന്നെയാണ്, നോൺ വെജ് തന്നെയാണ് വെക്കുന്നത്. ചിലരുണ്ട് മാതാജി, ഭഗവത്ഗീത ഒക്കെ പഠിച്ചവരും ഒക്കെ ഉണ്ട്, നല്ല രീതി ജ്ഞാനമുള്ളവരൊക്കെ ഉണ്ട്, നല്ല വ്യക്തികളുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതൽ കാമാസക്തി ഉണ്ടാകുന്നത്. ഈ പറയുന്ന ഈ നോൺ വെജുകളും അതുപോലെ തന്നെ മറ്റുള്ള വൈനും ഇതെല്ലാം അടിച്ചിട്ട് ആ ഒരു രീതിയിൽ ഇരിക്കുമ്പോഴാണ് ചെയ്യുന്നത്, അവിടെ പീഡനങ്ങളൊക്കെ നടക്കുന്നതായിട്ട് നമ്മൾ ഒരുപാട് കേൾക്കുന്നില്ലേ. അതിന്റെ കാരണം എന്താണ്? അവർക്ക് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും. കാര്യം കഴിക്കുന്ന ഭക്ഷണവും അവരുടെ ഇന്ദ്രിയ വ്യാപനമൊക്കെ ആ രീതിയിലായിരിക്കും നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന യോഗികൾക്ക് അവരുടെ ജീവൻ പോകുന്നത് അവരുടെ ബ്രഹ്മരന്ധ്രം പൊട്ടിച്ചിട്ടാണ്. അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? അവർ ഈ നമ്മളുടെ എത്ര പടികളുണ്ട് നമ്മുടെ ശരീരത്തിൽ? എത്ര ഗേറ്റുകളാണ്? 6 ഗേറ്റ്. സോറി, 6 പടികള്. സോറി, ഞാൻ തെറ്റിപ്പോയി. ഞാൻ ചോദ്യം തെറ്റിപ്പോയതാ. ഗേറ്റ് 9, പടികള്, സ്റ്റെപ്പ് 6. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭു കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിന് ഈ 6 പടികൾ: മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, പിന്നെ എന്താണ്, ആജ്ഞ, അനാഹത, വിശുദ്ധി, ആജ്ഞാചക്രം, പിന്നെ എന്താണ്, സഹസ്രാരദള പത്മം. അങ്ങനെ പറഞ്ഞ് 7ാമത്തേതാണ് സഹസ്രാരദള പത്മം. അപ്പൊ സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭി വർഷതി അല്ലേ. 1000 ഇതുള്ള താമര ഇങ്ങനെ മടക്കി കമഴ്ത്തി ഇട്ടിരിക്കുന്ന മാതിരി ഇരിക്കുകയാണ്. അതിന്റെ തണ്ട് ഏതാണ്? 3 തണ്ടുകളാണ്. ഇട, പിങ്കള, സുഷുമ്ന, നട്ടലിനെ ചുറ്റി കിടക്കുന്നത് അല്ലെ. അതാണ് പാമ്പായിട്ട് കാണുന്നത് അല്ലെ. അതുകൊണ്ടാണ് അതിന് ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത്. പാമ്പ് എങ്ങോട്ടാണ് ഇപ്പോഴും പോകുന്നത്? ആടുപാമ്പേ പുനം തേടുപാമ്പേ പുനരാനന്ദ കൂട്ടുകണ്ട് ആടുപാമ്പേ. ഈ 3 നാഡികൾ കൂടെയാണ് മൂലാധാരത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തും സ്വാധിഷ്ഠാനത്തിലേക്ക് ഈ ഊർജ്ജ ശക്തിയെ ഉയർത്തുന്നത്. ഈ പ്രാക്ടീസ് ചെയ്യുന്നവർ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ നമ്മളുടെ പൊക്കിളിന്റെ അടിയിലുള്ള ഭാഗമാണ് മൂലാധാരം. അപ്പൊ മൂലാധാരത്തിൽ നിന്ന് ഈ ഊർജത്തെ ഉയർത്തി നമ്മുടെ പ്രാക്ടീസ് ചെയ്ത് ഉയർത്തി അതിനെ കൊണ്ടുവന്ന് ഹൃദയചക്രത്തിൽ എത്തിച്ചു. ഹൃദയചക്രത്തിൽ നിന്ന് ഇവിടെയുള്ള ചക്രമുണ്ട്, തൊണ്ടയിലുള്ള ചക്രമുണ്ട്, എല്ലാം മർമ്മസ്ഥാനാണ് ഇതെല്ലാം. അവിടെ എത്തിച്ച് അവിടെ നിന്ന് നെറ്റിയുടെ ഇവിടെയുള്ള ചക്രമുണ്ട്, ഇവിടെ എത്തിച്ചിട്ട് ഈ 6ാമത്തെ ചക്രമാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് ചിലരൊക്കെ ജസ്റ്റ് ഇവിടെ ഒന്ന് തൊട്ടാൽ മതി, ചിലര് ജസ്റ്റ് ഒരൊറ്റ തൊടിയിൽ നമ്മളെ താഴെ വീഴും അല്ലെ. കാര്യം ഇവിടെ ഒരു മർമ്മസ്ഥാനമാണ്. ചിലരിതേ അവരുടെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് സ്പർശിച്ചാൽ മതി, ഇവിടെ അത്രയ്ക്ക് മർമ്മം അറിയാവുന്നവരല്ലേ. കൃത്യ ആ സ്ഥാനത്ത് ഒന്ന് ടച്ച് ചെയ്താൽ മതി, ചിലരുടെ ജീവൻ പോകും, ചിലര് മറിഞ്ഞ് താഴെ വീഴും. അത്രയ്ക്ക് ഇതുണ്ടല്ലേ, ശക്തി. അപ്പൊ അതുപോലെ തന്നെ ഇവിടാണ് ഈ നെറുകന്തലയിലാണ് മറ്റേ ഇത് പൊട്ടുന്നത്. യോഗികൾക്കൊക്കെ ഇത് നെറുകന്തല പൊട്ടിയാണ് അവരുടെ ജീവൻ പോകുന്നത്. അപ്പം എന്താണ് നമ്മൾ പറയുന്നത്? ഈ 9 പുരങ്ങളിൽ കൂടെ ജീവൻ പോയി കഴിഞ്ഞു കഴിഞ്ഞുള്ള അവസ്ഥ നമ്മൾ മനസ്സിലായി. വീണ്ടും നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഓരോ ഇന്ദ്രിയങ്ങൾ, ഈ ഓരോ ഗേറ്റിന്റെയും ഓരോ ഭാവത്തിനനുസരിച്ചിട്ടുള്ള ഒരു ശരീരമായിരിക്കും നമുക്ക് പിന്നെ കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളപ്പം എന്താണ് ഈ ഇതുവഴി പോകുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ യോഗികൾ പോകുന്ന എവിടെയാണ് സായുജ്യ മുക്തിയിലോ അല്ലെങ്കിൽ നമുക്ക് പരമാത്മാവിലോ എത്തിച്ചേരാൻ പറ്റും. ഇതുവഴിയാണ് ജീവൻ പോകുന്നതെങ്കിൽ. ഇനി അടുത്തത് എന്താണ്? നമ്മൾ കൃഷ്ണാബോധസ്ഥനാണെങ്കിൽ എന്താണ്? നമ്മുടെ ജീവൻ ഏത് ഗേറ്റിൽ കൂടെ പോകുവോ, ഏത് രന്ധ്രത്തിൽ കൂടെ പോകുവോ, എങ്ങനെയാണെങ്കിലും നമ്മൾക്ക് എന്താണ്? നമുക്ക് യാതൊരു രീതിയിലുള്ള വ്യാകുലതയുടെ ആവശ്യമില്ല. യാതൊരു വ്യാകുലതയുടെ ആവശ്യമില്ല എന്നുള്ളത് വെരി ക്ലിയർ ആണ്. കാര്യം എന്താണ്? ഇതിന്റെ എല്ലാം ഉപരി, ഈ പ്ലാറ്റ്ഫോമിന്റെ ഒക്കെ ഉപരിയാണ് ആരാണ്? ഭഗവാൻ, സാക്ഷാൽ ഭഗവാൻ അല്ലെ. ഭഗവാൻ സാക്ഷാത്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ 9 ഗേറ്റുകളോ ഈ 6 പടിയുടെയോ ലെവലിൽ നിൽക്കുന്ന സംഭവങ്ങളല്ല നമ്മൾ എന്താണ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്ന ആ ശാസ്ത്രം അല്ലെങ്കിൽ കൃഷ്ണാബോധം എന്ന് പറയുന്നത്. കൃഷ്ണാബോധസ്ഥനായ ഒരാള് ഇതിനെപ്പറ്റി ഈ പുരത്തിൽ ഏത് ഗേറ്റിൽ കൂടെയാണ് നമ്മളെ ജീവൻ പോകേണ്ടതെന്ന് ഒരിക്കലും
വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. കാര്യം അത് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഇതൊക്കെ സാക്ഷാൽ ഭഗവാനാണ് കൈകാര്യം ചെയ്യുന്നത്, അല്ലെ? 10,000 തേള് കടിക്കേണ്ട വേദനയുടെ ആവശ്യമുണ്ട്. 10,000 തേള് ഒരുമിച്ച് കടിക്കുന്ന വേദനയുടെ ആവശ്യമുണ്ടോ അങ്ങനെയുള്ളവർക്ക്? എന്താണ്, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും ഇല്ലാതെ തന്നെ ഈ ഈ ദേഹത്തിൽ നിന്ന് അവർക്ക് മോചിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, അല്ലേ? അപ്പൊ അങ്ങനെ നമ്മള് മോക്ഷത്തിന് വേണ്ടിയിട്ട് നമ്മള് എന്ത് ചെയ്യണം? നമുക്ക് മോക്ഷം കിട്ടണം, അല്ലെ? മോക്ഷം എന്ന് പറഞ്ഞ ഒരു മാറ്റം എന്നുള്ള ഒരു അവസ്ഥയാണ്, അല്ലെ? മാറ്റം, നമ്മൾ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുക. നമ്മൾ അങ്ങനെയുള്ളവരെ മുക്താത്മാവ് എന്നാണ് പറയുന്നത്, മുക്താത്മാവ്, അല്ലെ? അല്ലാത്തവരെയൊക്കെ നമ്മളൊക്കെ ബദ്ധാത്മാക്കളാണ്. എന്നാൽ മുക്താത്മാക്കൾ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ എന്താണ് ചെയ്യുന്നത്? അവര് ഈ ശരീരവും അതുപോലെ തന്നെ ഈ ആത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്, വ്യത്യാസം എന്താണെന്ന് അവർ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തികളാണ്, അല്ലെ? ഈ ശരീരത്തിന് സംഭവിക്കുന്ന എന്ത് കാര്യങ്ങളെയും അവര് എന്താണ്, അവരിൽ നിന്നും പുറത്ത് നിന്ന് മാറ്റി ചിന്തിക്കുന്നത് കൊണ്ട് ശാരീരിക സംബന്ധികളായ വിഷയങ്ങളിലൊന്നും അവർക്ക് അനാസക്തി ആയിരിക്കുന്നത് കൊണ്ട് അവര് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ആൾക്കാരെ തന്നെ മോക്ഷാവസ്ഥയിൽ എത്തിയെന്ന് പറയാം. വൈകുണ്ഠത്തിൽ ചെല്ലുന്നത് മാത്രമല്ല മോക്ഷം. ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമുക്കൊരു മാറ്റം ഉണ്ടായാൽ തന്നെ, അല്ലെ? ചിലര് മദ്യപാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മദ്യത്തിൽ നിന്ന് മോചിതരായാൽ തന്നെ അതൊരു മോക്ഷാവസ്ഥയാണ്, അല്ലെ? ചിലർ നിരീശ്വരവാദിയായിട്ടിരിക്കുന്ന ആൾക്കാർ, അവർക്ക് എന്തെങ്കിലും അസുഖം പെട്ടെന്ന് വന്നു കഴിയുമ്പോൾ ആ സമയത്ത് ഭഗവാന്റെ എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഒരു ഭക്തന്റെ സാന്നിധ്യം കൊണ്ട് അവർക്ക് പെട്ടെന്ന് ദൈവവിശ്വാസം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവരെന്താവും? അവര് പെട്ടെന്ന് മോക്ഷാവസ്ഥയുണ്ട്. നിരീശ്വരവാദിയിൽ നിന്ന് എന്താണ് ഈശ്വരവാദിയായിട്ട് അവർ മാറും. പരിവർത്തനം, ഈ ഒരു പരിവർത്തനത്തിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ഈ പരിവർത്തനം നമ്മളില് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ പോയിന്റ് പറഞ്ഞിട്ട് നമുക്ക് ഹരിനാമ കീർത്തനത്തിലേക്ക് പോകാം. പ്രഭുജി, സ്ഥിരചിത്തൻ കർമ്മഫലം ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നു. പ്രഭുജി കേട്ടു. ഹരേ കൃഷ്ണ. കാണുന്നില്ല. സ്ഥിരചിത്തൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ കർമ്മഫലം എല്ലാം ഭഗവാന് വേണ്ടി അർപ്പിക്കുന്നു. അപ്പൊ അയാൾക്ക് ആ കർമ്മഫലം അനുഭവിക്കേണ്ടി വരത്തില്ല, അത് ഭഗവാൻ കൈകാര്യം ചെയ്തോളും. അപ്പം അയാൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും, പോകാനും പറ്റും. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. കൃഷ്ണാവതാരത്തോടെ പ്രവർത്തിക്കുന്നവര് ഈ പ്രാപഞ്ചിക കർമ്മങ്ങളിൽ ഏർപ്പെട്ടാലും അവര് മുക്തന്മാര് തന്നെയാണ്. പക്ഷെ അവർക്കൊരു ബോധം ഉണ്ടാവും, താൻ കൃഷ്ണന്റേതാണ്, തനിക്കുള്ളതെല്ലാം കൃഷ്ണന്റേതാണ്, എല്ലാം കൃഷ്ണനിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നുമില്ല. അപ്പൊ തന്റെ കർമ്മങ്ങളെല്ലാം ഭഗവാന് സമർപ്പിക്കുക. അപ്പൊ ഭഗവാന്റെ പ്രീതിക്കായിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുക. അങ്ങനെ 24 മണിക്കൂറും ഭഗവാന്റെ സ്മരണ തന്നെ കൊണ്ടു നടന്ന് ഭക്തിയുടെ സേവനങ്ങളും ചെയ്താൽ അയാൾ ശരിയായി കൃഷ്ണാവബോധത്തിൽ ഏർപ്പെട്ടവനാണ്. അയാൾക്ക് ഒരിക്കലും പാപഫലങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി നല്ല പോയിന്റ് ആണ് പറഞ്ഞത്. അടുത്ത് സബിത മാതാജി. ഹരേ കൃഷ്ണ. യോഗികൾ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിച്ച് നിത്യപരിശീലനം നടത്തുന്നു. കൃഷ്ണാവബോധത്തിൽ ദ്വന്ദ്ങ്ങളില്ല. സ്ഥിരചിത്തനായ ഒരു ഭക്തൻ കർമ്മഫലങ്ങളെല്ലാം ഭഗവാനായി അർപ്പിച്ചു ചെയ്യുന്നത് കൊണ്ട് സമ്പൂർണ്ണ സമാധാനം നേടുന്നു. നമ്മുടെ ശരീരത്തില് 9 വാതിലുകളുള്ള പുരത്തിലാണ് ദേഹി വസിക്കുന്നത്. പിന്നെ ശരീരം ഒരു ക്ഷേത്രമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതിലിരിക്കുന്ന ജീവാത്മാവ് വിഗ്രഹവുമാണ്. ഹരേ കൃഷ്ണ. ഷിബി മാതാജിക്ക് എന്തെങ്കിലും ഉണ്ടോ പോയിന്റ്? മാതാജി ഇടയ്ക്ക് കയറിയാം, വല്ലപ്പോഴൊക്കെ മാതാജി വരാറുള്ളൂ.
അല്ല ലാസ്റ്റ് വീക്ക് അത് നമ്മൾക്കിപ്പോ സ്ഥലം മാറ്റം കിട്ടി പ്രഭുജി. അതുകൊണ്ട് ഇനിയിപ്പോ തിരക്കായിരിക്കും. കോഴിക്കോടേക്ക് മാറ്റം മാറുവാണോ? കിട്ടി. എങ്ങോട്ടാ? കോഴിക്കോടേക്ക്. നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ മാറ്റം കിട്ടി? നാട്ടിലേക്ക് കിട്ടി. ഇനി കൊല്ലത്ത് 4 വർഷമായി. ഇനി അതിപ്പോ ലാസ്റ്റ് വെള്ളിയാഴ്ചയും അങ്ങനെ പോയതാണ്. ഇനി അവിടെ ഒരുക്കണം. ഇവിടുന്ന് ഇതെല്ലാം കൊണ്ടുപോകും വേണോ. അപ്പൊ അടുത്ത വെള്ളിയാഴ്ച മിക്കവാറും ഒക്കെ ആയിരിക്കും അങ്ങോട്ട് പോകുന്നതന്നെ. കുറച്ച് പണിയുണ്ട്. കുട്ടികളെ സ്കൂള് മാറ്റി അവിടെ ചേർക്കണം. അതൊക്കെ തിരക്കാം. അതാ. പിന്നെ ഇത് കൃഷ്ണവുമായി ഏകീഭവിക്കുന്നത് എന്ന് പറയുന്നത് കൃഷ്ണൻ നമ്മളെ അദ്ദേഹത്തിലേക്ക് ആക്കി മാറ്റുന്നതിനാണ് ഏകീഭവിക്കുക എന്ന് പറയുന്നത്. അതാണ് കൃഷ്ണാനുഭവത്തിന്റെ സമ്പൂർണ്ണാവസ്ഥ എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. വളരെ ഇമ്പോർട്ടന്റ് കാതലായിട്ടുള്ള ഭാഗമാണ് മാതാജി പറഞ്ഞു. ഒറ്റ പോയിന്റിൽ തന്നെ എല്ലാം അടങ്ങിയിരിക്കുകയായിരുന്നു. ഹരേ കൃഷ്ണ. ഇനി ആർക്കെങ്കിലും ഉണ്ടോ? ശോഭന മാതാജിക്ക്. ഹരേ കൃഷ്ണ. കൃഷ്ണാവബോധം മനുഷ്യന് പൂർണ്ണ ശാന്തി നൽകുന്നു. ഇന്ദ്രിയ സുഖ പൂർത്തിക്ക് വേണ്ടി ലാഭചിന്തയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് ശാന്തി ലഭ്യമല്ല. കൃഷ്ണനൊഴികെ മറ്റൊന്നിനും നിലനിൽപ്പില്ല എന്ന സാക്ഷാത്കാരമാണ് ശാന്തിയുടെയും നിർഭയതയുടെയും തലം. ഹരിബോൾ. ഹരേ കൃഷ്ണ. മോൻ എന്തെങ്കിലും പോയിന്റുണ്ടോ? ഹരേ കൃഷ്ണ എന്ന് പറയൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞു. ഇവിടെ നോക്കൂ. ഹരേ കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ. നാമം ജപിക്കാറുണ്ടോ? ഇത്ര പ്രാവശ്യം ജപിക്കും? ഒരു പ്രാവശ്യം അങ്ങനെ വെക്കുള്ളൂ. അങ്ങനെ വെച്ചാ പോരാ. നാമം ജപിക്കണം കേട്ടോ. അതെയോ? നാളെ ചോദ്യം ചോദിക്കുക. പഠിച്ചോണ്ട് വരണം കേട്ടോ. അമ്മമ്മയോട് ചോദിച്ചിട്ട്. ഹരേ കൃഷ്ണ. ടാറ്റാ. ഓക്കെ. നമുക്ക് ഇനി അടുത്ത് ഹരിനാമ കീർത്തനത്തിലെ നമ്മള് നുസ്മാതി അത് അവിടെ വരെയാണോ എടുത്തത്? ന്യൂസ്മാതി ചേർത്ത ഒരു പൊരുത്തം നിനക്കിലും ഇത് അജിതന്റെ നാമഗണം അതിനിങ്ങു വേണ്ട ദൃഢം ഒരു കോടി കോടി തവ തിരുനാമം ഉള്ളവയിൽ അരുതാത്ത ദില്ല ഹരിനാരായണായ നമഃ. അതാണെന്ന് തോന്നുന്നു എടുത്തത് അല്ലേ? അതുവരെയാണ് എടുത്തല്ലേ? അതിന്റെ അർത്ഥം എന്തായിരുന്നു? ഈ മാ തുടങ്ങിയ അക്ഷരങ്ങൾ പ്രത്യേക ഖണ്ഡങ്ങളിൽ എഴുതി മന്ത്രഗ്രഹണത്തിനായി നോക്കിക്കാണേണ്ട പൊരുത്തം പോലും ചിന്തിച്ചാൽ ഭഗവാന്റെ നാമങ്ങളിൽ ചിലവ സ്വീകരിക്കുന്നതിന് തീർച്ചയായിട്ടും ആവശ്യമില്ല. കോടിക്കണക്കിന് ഭഗവൻ നാമങ്ങൾ പ്രസിദ്ധങ്ങളായുള്ളവയിൽ കീർത്തന സ്മരണകൾക്കായി തിരഞ്ഞെടുക്കാൻ പാടില്ലാത്ത ഒന്നുപോലുമില്ല. അങ്ങനെയുള്ള നിന്തിരുവടിയായിട്ടുള്ള ഹരിനാരായണന് നമസ്കാരം. ഹരേ കൃഷ്ണ. അതായത് ഈ പറയുന്ന മന്ത്രങ്ങളെ അനുഷ്ഠിപ്പ്, അങ്ങനെയൊക്കെയുള്ള ഛന്ദസ്, വൃത്തങ്ങള്, ഇങ്ങനെയൊക്കെ ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു മന്ത്രങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോ അത് ചൊല്ലണമെങ്കിലും അത് ജപിക്കണമെങ്കിലും ഒക്കെ പ്രത്യേക രീതിയിലുള്ള ഏറ്റക്കുറച്ചിലുകള്, അങ്ങനെ പ്രത്യേക രീതിയിൽ അഭ്യസിക്കണം. ഒരു ഗുരുവിന്റെ കീഴിൽ അഭ്യസിച്ചിട്ട് നമ്മൾ പഠിക്കണം. എന്നാൽ ഭഗവാൻ ഹരിയുടെ കോടിക്കണക്കിന് നാമങ്ങളുള്ളതിൽ അതിൽ അരുതാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. എല്ലാം തന്നെ എന്താണ് ഭഗവാനും ഭഗവാന്റെ നാമവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്തത് ആരാണ്? ഇന്ന് ആരെങ്കിലും ഏറ്റിട്ടുണ്ടോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഹരിനാമ കീർത്തനം കയ്യിലുള്ള ഒരാൾക്ക് അത് ജപിക്കാം. ആർക്കാണുള്ളത്? ആരുടെ കയ്യിലും ഇല്ല? അർത്ഥമില്ല പ്രഭു, ശ്ലോകം മാത്രമേ ഉള്ളൂ. ശ്ലോകമുണ്ട് കയ്യില്. എന്നാ ശ്ലോകം ഒന്ന് പാടിക്കോളൂ ആരെങ്കിലും ഒരാള്. മുതലായിട്ടു ഞാനുമിക കൈകൂപ്പി വന്നുടനിരക്കുന്നു നാഥനോടു ഏകാന്ത ഭക്തി അകമേ ലഭിപ്പതിന് വൈകുന്നതെന്തു ഹരി നാരായണായ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി ശ്ലോകം. മൂകാരമാതി മുതലായിട്ടു ഞാനുമിക
കൈകൂപ്പി വീണുടനുരക്കുന്നു നാഥനൊടു ഏകാന്ത ഭക്തിയകമേ വന്നുദിപ്പതിനു വൈകുന്നതെന്തു ഹരിനാരായണായ നമ. കൃഷ്ണ മല്ലിക മാതാജി അതിന്റെ അർത്ഥം പറഞ്ഞോളൂ. ശ്ലോകം വായിച്ചിട്ട് അർത്ഥം ശ്ലോകം വായിച്ചിട്ട് ലുകാരമാതി മുതലായിട്ടു ഞാനുമിക കൈകൂപ്പി വീണുടനിരക്കുന്നു നാഥനൊടു ഏകാന്ത ഭക്തിയകമേ വന്നു തിപ്പതിനു വൈകുന്നതെന്തു ഹരിനാരായണായ നമ. അർത്ഥം ലൂകാരൻ ചന്ദ്രനാകുന്നു. ചന്ദ്രൻ, ആദിത്യൻ, ഇന്ദ്രൻ മുതലായ എല്ലാ ഈശ്വരമയമെന്ന് വിചാരിച്ചു കൈ രണ്ടും തലയിന്മേൽ വെച്ച് സാഷ്ടാംഗമായി വീണ് നമസ്കരിച്ചിട്ട് നാഥനായ ഈശ്വരനോട് വളരെ ഇരക്കുന്നു. എന്തിനെന്ന് വെച്ചാൽ ഏകാന്തമായ ഭക്തി എന്നും പ്രാകൃത ഭക്തി എന്നും രണ്ട് വിധമുണ്ട്. പ്രാകൃത ഭക്തി എന്നത് കർമ്മത്തിലുള്ള ഭക്തിയാകുന്നു. ഏകാന്ത ഭക്തി എന്നത് സകല കർമ്മവും ഉപേക്ഷിച്ച് സകലവും ഈശ്വരമയമെന്ന് ഉറയ്ക്കുന്നതാണ്. അങ്ങനെയുള്ള ഏകാന്ത ഭക്തി എനിക്ക് ഉദിപ്പാൻ വേണ്ടി ഹരേ നാരായണ നിന്നെ ഞാൻ നമസ്കരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ പറഞ്ഞിരിക്കുന്ന നു എന്ന ഇഷ്ടദേവത നാമത്തിൽ ആരംഭിച്ച്, അപ്പൊ ഇഷ്ടദേവതയുടെ നാമങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന നൂകാരത്തിൽ വെച്ചിട്ടാണ്. അതായത് സംസ്കൃതത്തിലുള്ള ഒരു പ്രത്യേകതയാണ് അതല്ലേ. അങ്ങനെ ജപസാധന അഭ്യസിച്ചുകൊണ്ട് ഇവിടെ ഞാൻ എൻ്റെ ഇഷ്ടദേവനെ തൊഴുത് നമസ്കരിച്ച് അപേക്ഷിക്കുന്നു. ഞാൻ എൻ്റെ ഭഗവാൻ നാരായണനോട് തൊഴുത് അപേക്ഷിക്കുകയാണ്. അതായത് നു എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഇഷ്ടദേവതാ ധ്യാനം ഞാൻ ജപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടദേവനായിട്ടുള്ള ഭഗവാനെ ഞാൻ തൊഴുത് നമസ്കരിക്കുന്നു. എവിടെയും ഒരേ ഈശ്വരനെ തന്നെ കണ്ട് ആനന്ദിക്കാൻ കഴിയുന്ന വിധമുള്ള ഭക്തി ഉള്ളിൽ നിറയുന്നതിന് എന്താണ് ഇത്ര താമസം? അത് എന്തുകൊണ്ടാണ്? അങ്ങനെയുള്ള ആ ഹരിനാരായണന് എൻ്റെ എല്ലാവിധ പ്രണാമങ്ങളും ഞാൻ അർപ്പിക്കുന്നു. അപ്പം കൈകൂപ്പി വീണുടൻ നിരക്കുന്നു നാഥനോട് ഏകാന്ത ഭക്തി അകമേ വന്നുദിപ്പതിന് വൈകുന്ന ഇതെന്തു ഹരിനാരായണൻ. എന്താണ് ഏകാന്ത ഭക്തി? ഏകാന്ത ഭക്തി സകല കർമ്മവും ഉപേക്ഷിച്ച് ഭഗവാനിൽ തന്നെ ശരണം പ്രാപിക്കുന്നത് ഏകാന്ത ഭക്തി. എല്ലാം ഈശ്വരനാണെന്ന് ഉറപ്പിക്കുന്നത്. ഹരിപോൽ. അതാണ് ശരിയായിട്ടുള്ള പോയിന്റ് അല്ലെ. ഏകാന്ത ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന, മറ്റൊരാളെയും കൂട്ടാതെ ഒറ്റയ്ക്കിരുന്ന് ജപിക്കുന്ന അതിനെയല്ല ഏകാന്ത ഭക്തി എന്ന് പറഞ്ഞാൽ അല്ലെ. ഏകാന്ത ഭക്തി എല്ലാറ്റിലും നമ്മൾ ഭഗവാനെ കണ്ടുകൊണ്ടുള്ള ഭക്തി. എല്ലാ ജീവജാലങ്ങളിലും, ഈ പ്രപഞ്ചത്തിലെ സർവ്വപ്രപഞ്ചങ്ങളിലെ ഹരിയാണ് കുടിയിരിക്കുന്നത്, എല്ലാത്തിലും ഹരിയുടെ അംശമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിട്ടുള്ള ആ ഒരു ഭക്തിയാണ് ഏകാന്ത ഭക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഏകാന്ത ഭക്തി അകമേ വന്നുദിപ്പതിന് വൈകുന്നത് എന്തിന്? എന്തുകൊണ്ടാണ് ഭഗവാൻ ഇത്ര വൈകുന്നത്? അങ്ങനെ ഒരു ഏകാന്ത ഭക്തി എനിക്ക് കിട്ടാത്തത്. കാര്യം നമുക്കൊക്കെ ഭക്തി ഉണ്ടെങ്കിലും അങ്ങനെ ഒരു ഏകാന്ത ഭക്തി നമുക്കൊന്നും ഇല്ല അല്ലെ. നമുക്ക് മറ്റുള്ള ജീവജാലങ്ങളെയൊക്കെ കാണുമ്പോൾ അതൊക്കെ എന്തോ താഴ്ന്ന രീതിയിലുള്ള കാറ്റഗറി ആണെന്ന് നമുക്ക് തോന്നുന്നു അല്ലെ. അത് തന്നെ നമ്മൾ മറ്റുള്ളവരോടൊക്കെ പുച്ഛം തോന്നാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളോടൊക്കെ തന്നെ നമുക്ക് ഇത് തോന്നാറുണ്ട് അല്ലെ. നമ്മൾ കാണുന്ന ചിലപ്പോൾ ഒരു പട്ടിയെ കണ്ടാൽ നമുക്ക് ഒരു കല്ല് പെറുക്കി എറിയണം തോന്നും. അങ്ങനെയൊക്കെ പല രീതിയിലും നമ്മൾ മറ്റൊരു ജീവജാലങ്ങളെല്ലാം കുറച്ച് കാണുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഏകാന്ത ഭക്തിയുള്ള ആൾക്കാരെന്താണ് ചെയ്യുന്നത്? എല്ലാ ജീവജാലങ്ങളിലും അവര് ഭഗവത് ചൈതന്യം കാണുന്നവരാണ് അല്ലെ. അതുപോലെ തന്നെ എല്ലാ പ്രപഞ്ചത്തിലും ഭഗവാന്റെ ചൈതന്യമാണ് നിറഞ്ഞു നിൽക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള ഒരു ഭക്തിയാണ് നമ്മൾ ഏകാന്ത ഭക്തിയായിട്ട് കാണുന്നത്. അപ്പൊ അങ്ങനെ നൂകാരം എന്ന് പറയുന്ന മന്ത്ര ഉച്ചാരണം കൊണ്ട് ഇഷ്ടദേവതയെ വന്ദിച്ചിട്ട് ഞാൻ ആ ഇഷ്ടദേവനോട് ചോദിക്കുവാണ്, എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഭക്തി, ഏകാന്ത ഭക്തി എൻ്റെ മനസ്സിൽ ഉണ്ടാകാത്തതെന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഇവിടുത്തെ 24-ാമത്തെ ശ്ലോകം 24-ാമത്തെ ശ്ലോകം ആർക്കാണ് വായിക്കാൻ പറ്റുന്നത്? ഇവിടെ ശോഭന മാതാജി. ശ്ലോകം അല്ലേ? ആ.
നമ്പർ കിട്ടില്ല, പറയൂ ഏതാന്ന് വായിക്കണ്ടേന്ന് പറയൂ. ഏകാന്ത യോഗികളിൽ ആകാംക്ഷ കൊണ്ടു. എന്നാൽ വേറൊരാൾ മാതാജി റെഡി ആയിക്കോളൂ. ശാന്തകുമാരി മാതാജി അറിയാമെങ്കിൽ വായിക്കൂ. പ്രഭു 24 അതെ, അത് എണ്ണൊന്നു നാമജപമല്ലേ? എണ്ണൊന്നു നാമജപരാഗാതി പോയിടുവാൻ അല്ല മാതാജി, എണ്ണൊന്നതാറുപടി അല്ലേ? അല്ല മാതാജി, അല്ല അല്ല. ഞാൻ ചൊല്ലട്ടെ പ്രഭു, അങ്ങനെ ഒരെണ്ണമുണ്ട്. ഞാൻ ചൊല്ലട്ടെ. അത് തന്നെയാ. അതാണ് എണ്ണൊന്നു നാമജപരാഗാതി പോയിടും. അത് ചില 24 ബുക്കിലില്ല മാതാജി. ഇത് ചില ബുക്കില് ഏകാന്ത യോഗികളിൽ ആകാംക്ഷ കൊണ്ടു എന്നുള്ളതുള്ളൂ. ഏകാന്ത യോഗികളിൽ നടക്കുന്നത്. അതിന് മുമ്പ് ഒരെണ്ണമുണ്ട്. രാഗാതെ പോയിടുവാൻ എണ്ണൊന്നിതാറുപടി കയറി കടപ്പതിനെന്നുള്ളത് അടുത്തത്. ഇരിക്കുന്നവരെ നിലയിൽ എല്ലാവരല്ല ഹരിനാരായണായ നമഃ. ഇത് എൻഭാവമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖിത അതല്ല മാതാജിയുടെ കയ്യിലിരിക്കുന്ന വായിച്ചു, പക്ഷെ അതെനിക്ക് അത് അറിയത്തൂല്ല, ഞാൻ കേട്ടിട്ടും ഇല്ലാത്ത ഒരു ഇതാണ്, ശ്ലോകമാണ്. മാതാജി ഒന്ന് വായിച്ചോളൂ. എണ്ണൊന്നു നാമജപരാഗാതി പോയിടുവാൻ എണ്ണൊന്നതാറുപടി കേറി കടപ്പതിനോ കണ്ണും മിഴിച്ചവനിരിക്കുന്നൊരേ നിലയിൽ എണ്ണാവതല്ല ഹരിനാരായണായ നമഃ. അടുത്തതാണ് ഏകാന്ത യോഗികളിൽ ആകാംക്ഷ കൊണ്ട് പരമേകാന്തമെന്ന വഴി പോകുന്നതൻ മനവം കാകൻ പറന്ന പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരി നാരായണായ നമഃ. 24-20. അപ്പൊ ആ നമ്പറിൽ തന്നെ വ്യത്യാസം വന്നിരിക്കുന്നു. അവിടെ എ എന്ന് പറഞ്ഞ അക്ഷരം അവിടെ ഒരു വിട്ടുപോയി. അങ്ങനെ ഒരു ശ്ലോകം നമ്മള് പീലീലയുടെ അത് കേട്ടോളൂ, ഹരിനാമ കീർത്തനം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടുകാരൊക്കെ തന്നെ പാടിയിരിക്കുന്നതിലൊന്നും അതില്ല. ഞാൻ ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നത്. ഇപ്പൊ മാതാജി പറഞ്ഞ ആ ശ്ലോകം ചില ബുക്കുകളിലൊക്കെ ഉണ്ടായിരിക്കാം. എ എന്നൊരക്ഷരവും എ എന്നുള്ളൊരക്ഷരവും ഉണ്ട്. അതാ രണ്ട് വന്നത്. അതുകൊണ്ടാണ് 51 52 ആയിട്ട് തെറ്റിദ്ധരിക്കുന്നത്. ഈ ഒരു അക്ഷരത്തിന്റെ വ്യത്യാസമാണ്. 51 അക്ഷരമൊന്നും 52 അക്ഷരമൊന്നും പറയുന്നുണ്ട്. ഈ അത് ചേർന്നുകൊണ്ട് ഇത് ആരെങ്കിലും എഴുതി ചേർത്തതാണോ പിന്നീട് നമുക്ക് അറിയില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഇത് എന്റെ കയ്യിൽ ഇരിക്കുന്ന അർത്ഥമുള്ള അതിന്റെ എന്നൊരക്ഷരം ഉണ്ടല്ലോ ഇതിന്റെ അന്നേരം അത് കൂട്ടിയുള്ളതല്ലേ? എൻഭാവം ഒക്കെ അറിയാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖിത രകം കേട്ടു ധർമ്മപതി എൻപക്കലുള്ള ദുരിതം. അതാ ഞാൻ കേട്ടിരിക്കുന്ന പ്രഭു. അതും കേട്ടില്ല. ഇത് ഉണ്ട്, പക്ഷെ അതാ കേട്ടിട്ടുണ്ട്. എല്ലാത്തിലും ഉണ്ടല്ലോ ഇപ്പൊ, എല്ലാം രണ്ടാ. ഓക്കെ, നമുക്ക് ഇതിന്റെ അർത്ഥം നോക്കാം. എന്തായിരുന്നു? ആർക്കാണ് ഇതിന്റെ അകത്ത് അർത്ഥമുള്ളവര് വായിച്ചോളൂ. ഏകാന്ത യോഗികളില് വായിച്ചോ മാതാജി. മാതാജി എന്റെ പുസ്തകത്തിൽ പറയട്ടെ. പറഞ്ഞോളൂ. പകല ഭാവങ്ങളെ ത്യജിച്ചും ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചും മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നീ ആധാര ചക്രങ്ങളെ പേരിച്ച് 6 പടി കയറി കിടപ്പതിന് പരമപദം പ്രാപിച്ച യോഗികളുടെ മാർഗം എനിക്കും സിദ്ധിക്കണേ. കണ്ണും പിടിച്ചിരിക്കുന്നു എങ്കിലും ഔട്ടായി. വേറെ ആരാ ഉള്ളത്? മല്ലിക മാതാജി. ഏകാന്ത യോഗി ഞാൻ വായിക്കാം. മറ്റേ ശ്ലോകമില്ല. വായിക്കട്ടെ? വായിച്ചോളൂ. ഏകാന്ത യോഗികളിലാകാംക്ഷ കൊണ്ടു പരമേകാന്തമന്ന വഴി പോകുന്നി ജന്മനവും കാകൻ പറന്നു പുലരന്തങ്ങൾ പോയ വഴി പോകുന്ന പോലെ
ഹരിനാരായണായ നമ. അർത്ഥം: ഏകാന്ത യോഗികൾ എന്നത് പുത്രമിത്ര കളത്രാദികളായ സകല പ്രപഞ്ചത്തെയും ഉപേക്ഷിച്ചും തന്നെ പോലെയാണ് സകല ഭൂതങ്ങളും എന്ന് എല്ലാം ഈശ്വരനെന്നും ധരിച്ച് എല്ലാ ഭൂതങ്ങളിലും ദയയുള്ളവരായും മതമാത്സര്യ ഡംബാഹങ്കാരാദികളായ ദോഷങ്ങളെ തീരെ ഉപേക്ഷിച്ചവരായും എല്ലായ്പ്പോഴും ഭഗവത് പാദാരവിന്ദത്തെ സേവിക്കുന്നവരായും ഇരിക്കുന്ന സനകാദി മഹായോഗികളാകുന്നു. അങ്ങനെയുള്ള മഹായോഗികളുടെ മാർഗത്തെ അനുസരിച്ച് നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനും ഉപമ അരിയന്നങ്ങൾ പറന്നു പോകുന്ന വഴിയെ ഒരു കാക്കയും പറന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ എന്റെ മനസ്സും പ്രവർത്തിക്കുന്നതാകൊണ്ട് സകലത്തെയും ഉപേക്ഷിച്ച് പരമഹംസഗതിയെ പ്രാപിക്കുന്നതിന് സംഗതി വരുത്തണേ. ഞാൻ അതിനായി നിന്നെ നമസ്കരിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പം ഈ മഹായോഗികളുടെ കാര്യമാണ്. ഏകാന്ത യോഗികളിൽ ആകാംക്ഷ കൊണ്ട് പരമേകാന്തം എന്ന വഴി പോകുന്നിതെന്മനവും. അപ്പൊ അതിന് ഉദാഹരണം പറഞ്ഞിരിക്കുന്ന കാകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണ എന്നുമ. സർവത്ര സത്യത്തെ മാത്രം ദർശിക്കുന്ന മഹായോഗികളുടെ അനുഭവത്തിൽ അതിയായ അഭിലാഷമുള്ളത് കൊണ്ട് എന്റെ മനസ്സും അങ്ങേയറ്റത്തെ ഏകസത്യത്തെ തന്നെ ദർശിക്കുക എന്ന മാർഗത്തിൽ സഞ്ചരിക്കാൻ കൊതിക്കുന്നു. അരയന്നങ്ങൾ പോയ മാർഗത്തിലൂടെ തുടർന്ന് കാക്ക പറന്ന് കിടക്കാൻ ശ്രമിക്കുന്നത് പോലെ. അപ്പൊ അപ്രകാരം ഉള്ള ആ ഹരിനാരായണന് എന്റെ സാദര പ്രണാമങ്ങൾ. അപ്പം ഏകാന്ത യോഗികൾ എന്ന് പറഞ്ഞ എന്താണ്? സർവത്ര സത്യത്തെ മാത്രം ഗ്രഹിക്കാനായിട്ട് താല്പര്യമുള്ള നമ്മളുടെ പൂർവിക ആചാര്യന്മാരെയാണ് നമ്മള് ഏകാന്ത യോഗികളായിട്ട് ഇവിടെ ഇവർ പറയുന്നത്, അല്ലെ? അപ്പൊ അവരുടെ ജീവിതത്തെ നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമ്മളുടെ ഉള്ളിലെല്ലാം അതിയായ ആഗ്രഹമുണ്ട്. എന്റെ മനസ്സ് അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ അവരെന്താണ്? ഏക സത്യം ഏതാണെന്ന് ദർശിക്കുന്ന ആ ഒരു ഇതിലേക്ക് പോയവരാണ് ആ ഏകാന്ത യോഗികൾ. അപ്പൊ എന്റെ മനസ്സും അത് ദർശിക്കാനായിട്ടുള്ള അതിയായ അഭിലാഷമുള്ളത് കൊണ്ട് ഞാൻ അവരുടെ കാലടികളെ പിന്തുടരുകയാണ്. ചെയ്യുന്നത്. അതായത് അരയന്നം പറന്ന് പോയ വഴിയെ കൂടെ കാക്കകൾ പിന്തുടരുന്ന എന്ന് പറഞ്ഞ പോലെ. കാര്യം അരയന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദൈവികമായിട്ടുള്ള ഒരു പക്ഷിയാണ്, അല്ലെ? ആ അരയന്നങ്ങളെ കാക്കകൾ പിന്തുടരുന്നു എന്ന് പറഞ്ഞ പോലെ. അത് അരയന്നങ്ങൾ പോകുന്ന വഴി എന്തെങ്കിലും നല്ല അനുഭവങ്ങൾ കാണും എന്നുള്ള രീതിയിൽ കാക്കകൾ അതിനെ പിന്തുടരുന്നത് പോലെ തന്നെ ഏകാന്ത യോഗികള് ആ ഏക സത്യത്തെ ഗ്രഹിക്കാനായിട്ട് പോയിട്ടിരിക്കുന്ന ആ വ്യക്തികളെ നമ്മള് ഫോളോ ചെയ്യുന്ന പോലെ, അവരുടെ പാദ ചരണങ്ങളെ പിന്തുടരുന്നത് പോലെ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മള് 2 ശ്ലോകങ്ങളും എടുത്തു കഴിഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ എന്തായാലും ആ ഒരു ശ്ലോകത്തിൽ ഒരു പുതിയ അറിവായിരുന്നു. അങ്ങനെ ഒരു ശ്ലോകം എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അപ്പൊ എന്തായാലും അത് നിങ്ങൾക്കൊക്കെ അത് അറിയാമായിരുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. ആ ഒരു ശ്ലോകം കൂട്ടിയുള്ളത്. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് അയ്യഞ്ചും അഞ്ചും ഒക്കെയാണുള്ളത്. അയ്യഞ്ചും അഞ്ചും എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു ടോപ്പിക്കാണ്. അത് നമ്മുടെ മഹത്വത്വമൊക്കെ 96 തത്വമാണ് അവിടെ പഠിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ഒരു ശ്ലോകം തന്നെ എടുത്ത് തീരത്തില്ല, അത്ര വലിയ ടോപ്പിക്കാണത്. അപ്പൊ അതെന്തായാലും നമുക്ക് അടുത്ത ആഴ്ചയിൽ നോക്കാം. ഇന്ന് കുറച്ച് സമയം നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു 2 ശ്ലോകം എടുക്കണമെങ്കിൽ. കാര്യം 96 തത്വങ്ങൾ നമ്മൾ പറയണം. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് നിർത്താം. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധു ഭേവിച്ച പ്രതിദാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തിക്ക് ജയ. അനന്തകോടി ആചാർവന്തിക്ക് ജയ. ഹരേ കൃഷ്ണ.